ചോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഒരു കർത്താവിൻ്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേൾക്കാതിരിക്കുന്നവർ അത് പോയി കണ്ട് കേൾക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എന്തുകൊണ്ട്? സന്തോഷമാണല്ലോ, സമാധാനമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളോട് ഇതുവരെയും കൂടെ ഇരുന്നു. ഇനി അങ്ങയുടെ മഹാസാന്നിധ്യത്തിലുള്ള ഞങ്ങളെ ഇരുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ദേവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നിന്റെ ദാസന് കൊടുക്കണേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് വലിയ വിടുതലായി മാറുവാനിടയാക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എൻ്റെ പേര് മോഹൻ നായർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്ത് കൈതച്ചാൽ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. കഴിഞ്ഞ 39 വർഷമായി ജീവിതത്തിൽ നേരിട്ട ഒരു കഷ്ടതയെ പ്രതി, ഒരു ആപത്തിനെ പ്രതി ശരീരത്തിന്റെ പകുതി ഭാഗം തളർന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ സാക്ഷ്യത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ പലരും കേട്ട് കാണുമല്ലോ. തുടർന്നുള്ള രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, ആമേൻ. ഓക്കെ പാസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ പകുതി തളർന്നു പോയ ഒരു ദൈവത്തിന്റെ ദാസനാണ്. എന്നാൽ കർത്താവ് ആ ദൈവദാസനെ ഉപയോഗിക്കുന്ന വിധങ്ങളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. കർത്താവിനെ ആരെയും ഉപയോഗിക്കാൻ കഴിയും. കർത്താവിൻ്റെ സൃഷ്ടികളെ എല്ലാം കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. ദൂതന്മാരെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ വചനം നാം കാണുമ്പോഴും പക്ഷികളെ ഉപയോഗിക്കുന്നു. ചെറിയൊരു പുഴുക്കളെ പോലും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ കർത്താവ് തൻ്റെ ഹാലലിയ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ മനുഷ്യന് ശാരീരികമായി ബലഹീനനാണെങ്കിലും അവനെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ആ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കർത്താവിൻ്റെ ദാസനെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ഇനിയുള്ള അവസരം ദേവദാസന് നൽകിത്തിരിക്കുകയാണ്. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കഴിഞ്ഞ പ്രാവശ്യം പങ്കിട്ട സാക്ഷ്യം എൻ്റെ രക്ഷാനുഭവം വരെയുള്ള അനുഭവങ്ങളായിരുന്നു. മരണത്തെ ആഗ്രഹിച്ച് 3 പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ച് പരാജയപ്പെട്ടവനായി ഇനി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ല എന്ന സാഹചര്യത്തിലാണ് ജീവിക്കുന്ന ദൈവമായ പ്രപഞ്ച സൃഷ്ടാവായ കർത്താവായ യേശു എന്നെ തേടി വരുന്നത്. എൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു ആ അനുഭവങ്ങളൊക്കെ ഞാൻ പ്രാപിച്ചത്. എന്നാൽ 7ാമത്തെ വർഷം എൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ദൈവം ഉണ്ടാക്കി. അങ്ങനെ 3 മാസം ആശുപത്രിയിൽ, 3 മാസം മാതാപിതാക്കളുടെ കൂടെ, 3 വർഷം ജ്യേഷ്ഠന്റെ വീട്ടിൽ, അതിനുശേഷം 3 വർഷം ഭാര്യ വീടിനടുത്ത്, അവർക്കുണ്ടായിരുന്ന കൊച്ചു പറമ്പിൽ വനമേഖലയ്ക്കടുത്ത് അയ്യൻകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് 3 വർഷക്കാലം. അവിടുത്തെ ജീവിതാനുഭവം അവിടെയും കഷ്ടം നിറഞ്ഞതായിരുന്നെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ നൽകി. എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ദൈവം മടക്കി തന്നു. അവിടെ എൻ്റെ ഭാര്യ സഹോദരങ്ങൾ സുവിശേഷ വിരോധികളും ഈ ലോകപ്രകാരം ജീവിക്കുന്നവരുമാകയാൽ അവർക്ക് ഈ സുവിശേഷത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ വിശ്വാസത്തെ അവർ നഖശിഖാന്തരം എതിർത്തു. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് നിലവിളിക്കേണ്ടി വന്നു. ആ 3 വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നേരിട്ടെങ്കിലും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അണുവിട പുറകോട്ട് പോകാതെ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അവരൊക്കെ എന്നെ വിട്ടുപോയി. യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു കടുകുമണിക്കുള്ള സഹായം നിനക്ക് ചെയ്തു തരികയില്ല
എന്ന് പറഞ്ഞ് പിൻപോട്ട് പോയി. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ജീവിക്കുന്ന ദൈവത്തോട് ഉള്ളം തകർന്നവനായി ഞാൻ പലപ്പോഴും നിലവിളിക്കുന്ന സാഹചര്യമുണ്ടായി. ദൈവം എൻ്റെ അപേക്ഷകൾക്ക് ഉത്തരമരുളി. എൻ്റെ നിലവിളി കേട്ടു. എന്നെ എത്തേണ്ട സ്ഥലത്ത് അവിടെ നിന്ന് എത്തിച്ചു എന്ന വേദവാക്യം പോലെ അവിടെ 3-ാമത്തെ വർഷം കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തോട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു 5 സെന്റ് ഭൂമി സ്വതന്ത്രമായി ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നാൽ ഏറിയ വർഷക്കാലം പ്രാർത്ഥിച്ചെങ്കിലും അവസാനം ഒരു ദിവസം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്ന് ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. ഒരു 5 സെന്റ് ഭൂമി അങ്ങൊരുക്കിയിട്ട് എനിക്ക് തരണം. അങ്ങനെ കൂത്തുപറമ്പിനടുത്ത് കൈതച്ചാൽ എന്ന ഗ്രാമത്തിൽ, കൂത്തുപറമ്പിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ഭാഗത്ത് ദൈവം എനിക്കൊരു കൊച്ചു വീടും ഒരു 11.25 സെന്റ് ഭൂമിയും ദൈവം തമ്പുരാൻ എനിക്ക് ഒരുക്കിയിരുന്നു. അത് ദൈവം എനിക്ക് നൽകി. അങ്ങനെ ഞങ്ങൾ കൂത്തുപറമ്പിലേക്ക് താമസം മാറ്റി. 4-ാമത്തെ ഇടം എടുക്കാത്ത നാണയം പോലെ ആർക്കും വേണ്ടാത്തവനായി തള്ളി കൊണ്ടുവരുന്നിടത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനുഷ്യന്റെ എല്ലാ തിന്മകളും ദൈവം നന്മയാക്കി മാറ്റുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന വേദവാക്യം പോലെ അങ്ങനെ 7-ാമത്തെ വർഷം ഞാൻ ഈ കൂത്തുപറമ്പിൽ കൈതച്ചാലി വന്നപ്പോൾ ആദ്യത്തെ ആഴ്ച ചെയ്ത കാര്യം, ഞാൻ അതുവരെ ആഗ്രഹിച്ച ഒന്നായിരുന്നു. രക്ഷിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ വെള്ളത്തിൽ സ്നാനമേൽക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന അനുസരിക്കണമായിരുന്നു. പക്ഷെ ഞാൻ ആ മലമൂട്ടി കിടന്നപ്പോൾ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആർക്കും എന്നെ ആ കാര്യത്തിൽ സഹായിക്കുവാൻ സാധ്യമായിരുന്നില്ല. കാരണം ഞങ്ങൾ അടുത്തൊന്നും ജലാശയങ്ങളുള്ള സ്ഥലമില്ല. പുഴയിലേക്ക് പോകണമെങ്കിൽ വളരെ ഗർത്തമുള്ള ആഴമേറിയ പാറക്കെട്ട് നിറഞ്ഞ പുഴകളാണ്. അവിടേക്കൊന്നും വാഹനം പോകയില്ല. എന്നാൽ കൂത്തുപറമ്പിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതൻ, എൻ്റെ അടുക്കൽ ആദ്യം മുതൽ പരിചയപ്പെട്ട വിജയമോഹൻ എന്ന സഹോദരൻ, ആ സഹോദരനാണ് എന്നെ ഇവിടെയും കൊണ്ടുവരുവാൻ കാരണക്കാരനായത്. ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇതാ വെള്ളം, വഴിയിൽ അണക്കെട്ടിന്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാ വെള്ളം, എനിക്ക് സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവം തമ്പുരാൻ അത് ഏൽപ്പിച്ചിട്ടില്ല. താമസിയാതെ ബദറിന് സ്നാനമേൽക്കാനുള്ള വഴി ദൈവം തുറക്കും. അങ്ങനെ കൂത്തുപറമ്പിൽ വന്ന ആദ്യ ആഴ്ച ഞങ്ങൾ കണ്ണൂർ ഡെന്നിസ് പടികം എന്ന പാസ്റ്ററുടെ അവിടേക്ക് പോയി. ആ ആദ്യ ആഴ്ച ഒരു ഞായറാഴ്ചയാണ് പോകുന്നത്. അന്ന് പോകുന്നതിന്റെ തലേന്ന് എനിക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന 2 പേർ മുൻപേ ക്രിസ്തുവിൽ താല്പര്യപ്പെട്ട 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ 2 വ്യക്തികൾക്ക് സ്നാനത്തിന്റെ ക്ലാസ് കൊടുത്തു. സാധാരണ സ്നാനാർത്ഥിക്കാണ് സ്നാനത്തിന്റെ ക്ലാസ് കൊടുക്കുക. സ്നാനാർത്ഥിയായ ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന 2 പേർക്ക് ക്ലാസ് കൊടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അപ്പോഴേക്ക് ഞാൻ 7-ാമത്തെ വർഷമാണ് എന്റെ വിശ്വാസത്തിൽ വന്നിട്ട്. ആ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ ഭാര്യയും അടുക്കളയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അടുക്കളയ്ക്ക് അടുത്താണ്, ഒരു കൊച്ചു റൂമേ ഉള്ളൂ. ആ കൊച്ചു റൂമിൽ നിന്ന് ഞാൻ സംസാരിക്കുന്ന അവളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ട് കേട്ടുകൊണ്ടേയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടുന്നു. അന്ന് രാത്രിയാണ് എൻ്റെ ഭാര്യ പറയുന്നത്, എനിക്കും വേണം ക്രിസ്തുവിനെ. അങ്ങനെ എൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്, എനിക്കും വേണം ക്രിസ്തുവിനെ എന്ന ഒരു അധ്യായം. അതെന്റെ ഭാര്യയുടെ മാനസാന്തരത്തെ കുറിച്ചുള്ളതാണ്. അങ്ങനെ ഞാൻ സ്നാനപ്പെടുവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാനും സ്നാനപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ്? മുൻപ് സ്വന്തം ഭവനത്തിലായിരുന്നപ്പോൾ ഈ സുവിശേഷം പറയുമ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ആങ്ങളമാരെയും മാതാപിതാക്കളെയും ഓർത്തിട്ട് അവൾ പലപ്പോഴും വൈമുഖ്യം കാണിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, എനിക്കും വേണം യേശുവിനെ. നിങ്ങൾക്ക് മാത്രം പോരാ, ഞാനും സ്നാനപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും 7 വർഷമായി വിശ്വാസത്തിൽ വന്ന ഞാനും രക്ഷിക്കപ്പെട്ട പിറ്റേന്ന് രാവിലെ എൻ്റെ ഭാര്യയും, അങ്ങനെ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ കൽപ്പനയായ യേശുവിന്റെ കൽപ്പനയായ ആ സ്നാനത്തിൽ കൂടി
ആ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന അവസ്ഥയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ദേവാദി ദൈവം അതിന് കൃപ നൽകി. പിറ്റേ ആഴ്ച ഞങ്ങൾ സ്നാനത്തിന് തയ്യാറായി. ഞങ്ങൾ രണ്ടുപേരും ഡെന്നിസ് പടികത്തിന്റെ കൈക്കീഴ് കർത്താവിൽ സ്നാനമേറ്റു. പാസ്റ്റർ ഇറങ്ങത്തില്ലല്ലോ, ദേവദാസനെ എടുത്തോണ്ടാന്നോ ആയിരിക്കുമല്ലോ ഇറങ്ങിയതല്ലേ? എന്താണ്? സ്നാനപ്പെടാൻ ദേവദാസനെ നടന്നു പോകാനൊക്കത്തില്ലല്ലോ, നടക്കാൻ കഴിയുകയില്ല. എന്നെ രണ്ടുപേരുടെ സഹായത്തോടെ എടുത്താണ് വെള്ളത്തിൽ ഇറക്കിയത്. കാരണം എനിക്ക് ആ കർമ്മം നിർവഹിക്കുവാൻ സ്വന്തമായി കഴിയാത്തതിന്റെ ഫലമായി രണ്ട് സ്നേഹിതർ, ഡെന്നിസ് പടികം പാസ്റ്ററുടെ അനുജനും മറ്റൊരാളും, അങ്ങനെ രണ്ടുപേർ കൂടി എന്നെ എടുത്ത് വെള്ളത്തിൽ ഇറക്കി പാസ്റ്റർ സ്നാനപ്പെടുത്തുകയായിരുന്നു. ജീവിതത്തിൽ ഏത് കൽപ്പനയാണെങ്കിലും ദൈവസന്നിധിയിൽ അനുസരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ആ വിലപ്പെട്ട കൽപ്പന അനുസരിക്കുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിച്ചു. അത് സ്നാനമേറ്റ് ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഈ പ്രദേശം മുഴുവനും സുവിശേഷ വിരോധമായ പ്രദേശമാണ്. ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തിടത്ത് ഞാൻ നിന്നെ എന്റെ സാക്ഷിയാക്കും എന്ന് അരുളി ചെയ്ത ദൈവം എന്നെ ഈ കൈതച്ചാലിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ഇവിടെ എത്തുന്ന ഇവിടെ ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ കാട്ടുതീ എന്ന പോലെ പടർന്ന് ആ വാർത്ത ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അതും അന്നു മുതൽ ഈ ദേശത്തിലെ ജനതകൾ പറയുവാൻ തുടങ്ങി, മതം മാറ്റുവാൻ ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. വിദേശ പണവുമായി ഒരുത്തനെ മതം മാറ്റുവാനായി, നമ്മളെയൊക്കെ മതം മാറ്റുവാനായി കൊണ്ടുവന്ന ഒരാളാണ് അയാൾ. ബലഹീനനാണെങ്കിലും അയാൾ ഉപയോഗിച്ചവർ മതം മാറ്റുവാനുള്ള ശ്രമമാണ്. പ്രിയമുള്ളവരെ, പിന്നത്തെ 3 വർഷക്കാലം ഞങ്ങളെ ഒരു പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ നാനാ തരത്തിൽ പുറത്ത് ഭയം, അകത്ത് ഭീതി, ബുദ്ധിമുട്ടുകൾ, ഇല്ലായ്മകൾ, ദാരിദ്ര്യം എല്ലാം ഞങ്ങളെ വന്ന് ഭവിച്ചു. പോരാത്തതിന് 3 പേരും രോഗത്താൽ ബാധിക്കപ്പെട്ടു. പിശാച് ഞങ്ങളോട് അതിഭയങ്കരമായ പോരാട്ടം ആരംഭിച്ചു. പിശാചിനോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവശബ്ദം മാത്രമല്ല, പിശാചിന്റെ ശബ്ദവും ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ സുവിശേഷം ഞാൻ ഇതോടുകൂടെ അവസാനിപ്പിക്കും. നിന്റെ സുവിശേഷവുമായി ഞാൻ നിന്നെ അയ്യങ്കുന്നിലേക്ക് വീണ്ടും ഞാൻ നിന്നെ പറഞ്ഞയക്കും. അന്ന് ഞങ്ങൾ അവിടുത്തെ ഭൂമി വിറ്റിരുന്നില്ല. ദൈവം തന്ന ഈ 11 സെന്റിലേക്ക് വരികയായിരുന്നു. എന്നാൽ 3 പേരും രോഗത്താൽ ഭാരപ്പെട്ടു. ഞാൻ കിടക്കുന്നൊരവസ്ഥയായി, ഞാൻ യൂറിൻ ഇൻഫെക്ഷനായി കിടക്കുന്ന, പനിയും വിറയും വന്ന് കിടക്കുന്നു. എൻ്റെ കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുന്നു. എൻ്റെ ഭാര്യയും സുഖമില്ലാതായി. അതൊരു വലിയ പോരാട്ടമായിരുന്നു. പുറത്താണെങ്കിൽ നാട്ടുകാരുടെ ഭീഷണി, എല്ലാവരും ഞങ്ങളെ വെറുപ്പോടെ നോക്കുന്നു. ഒരു പുഴുത്ത നായിനെ കാണുന്ന പോലെയാണ് ഞങ്ങളെ ആൾക്കാർ കാണുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന് കല്ലെറിയും. പലപ്പോഴും പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും. ഞാൻ ശാരീരികമായി ഇങ്ങനെ ഒരു ബലഹീനനായി പോയതിന്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കിവിടെ ജീവനോടെ നിൽക്കുവാൻ കൃപ നൽകിയത്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല എങ്കിൽ അവരെന്തും ചെയ്യുവാൻ മടിക്കയില്ലായിരുന്നു. പക്ഷെ ഈ അവസ്ഥയിലും ദൈവം ഞങ്ങളെ താങ്ങി. ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ 3 കിടപ്പിലായപ്പോൾ ഞങ്ങൾ പലതരം പോരാട്ടങ്ങൾ കടന്നുപോയി. എല്ലാം ഒന്നും പറയുവാൻ നിർവാഹമില്ല. ഇവിടെ വന്നപ്പോൾ വിദേശ പണമാണെന്ന് പറഞ്ഞ് ഒരു ടോയ്ലറ്റ് പണിയുവാൻ ശ്രമിച്ചിട്ട് അതുണ്ടായിരുന്നില്ല. ഞങ്ങളെ അവർ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ആ പണിക്കാർ അലസരായി പണിയെടുക്കാതെ ഇരുന്നിട്ട്, എടാ വിദേശ പണമാണ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് 2 ആളുടെ പണിക്ക് തീരേണ്ട പണി 8 ആളുടെ പണിയാക്കിയിട്ടും തീർക്കാത്ത അവസ്ഥയുണ്ടായി. ഞങ്ങൾക്ക് സാധ്യമല്ലാതെ വണ്ണം പാതിക്ക് നിർത്തേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അവസരത്തിലാണ് പിശാചിന്റെ ശക്തമായ പോരാട്ടം. 3 പേരും രോഗബാധിതരായി. കയ്യിലുണ്ടായിരുന്ന പൈസകളൊക്കെ തീർന്നു. ഒരു 5000 രൂപ ഞങ്ങൾ കരുതിയിരുന്നു, അതാണ് ടോയ്ലറ്റിന് വേണ്ടി. പക്ഷേ ആ വർഷം കിട്ടിയ കശുവണ്ടിയുടെ വില, പക്ഷെ അതൊക്കെ തീർന്നു. ഞാൻ ഈ ദേശത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, സഹോദരന്മാരൊക്കെ ഉള്ള പട്ടണ പ്രദേശത്തേക്ക് വരികയല്ലേ, ഇനി സഹോദരന്മാരൊക്കെ സഹായിക്കുമായിരിക്കും. എൻ്റെ ആ പ്രതീക്ഷ തകർക്കുവാൻ തക്കവണ്ണം ദൈവം ഈ പോരാട്ടങ്ങൾ അനുവദിച്ചു എന്ന് വേണം പറയുവാൻ. ആരും ഞങ്ങളെടുക്കൽ കയറാതെയായി. ആദ്യമായി ഇവിടെ പ്രാർത്ഥന ആരംഭിച്ച ദിവസം തന്നെ, സ്നാനമേറ്റു വന്ന് പിറ്റത്തെ ആഴ്ച ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ആ ദിവസം തന്നെ സുവിശേഷ വിരോധികളുടെ
ശക്തമായ ആക്രമണമുണ്ടായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും ബൈബിളുകൾ പറിച്ചു കീറി, പാഠപുസ്തകങ്ങൾ പറിച്ചു കീറി. എന്റെ കൂട്ടു സഹോദരൻ വിജയമോഹനെ ഈ വീടിന്റെ കവാടത്തിൽ വെച്ച് അതിഭയാനകമാംവണ്ണം ആക്രമിച്ചു. ഭീകരമാംവണ്ണം 12 പേർ കൂടി അദ്ദേഹത്തെ ഇടിക്കുകയും അടിക്കുകയും വളരെയധികം ഹീനവാക്കുകളാൽ ദണ്ഡിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം 2 കൈയും കെട്ടി നിന്ന് എല്ലാ മർദ്ദനവും ഏറ്റെടുത്തു. മാത്രമല്ല, അവർ പറഞ്ഞ ഇതാണ്: മുളയിലെ അത് നുള്ളിക്കളയണം, മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെ ഇവിടെ വളരും. അങ്ങനെ മുളയിലെ നുള്ളുവാൻ ശ്രമിച്ച ദുഷ്ടലോകം പരാജയപ്പെട്ടു. പിന്നത്തേത് അന്നും ഞാൻ വിശ്വാസത്താൽ പറഞ്ഞു, അവർ മുളയിലെ നുള്ളുവാൻ ശ്രമിച്ചാൽ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ് നമ്മോട് കൂടെയുള്ളവൻ. ആദ്യമായി ഞാൻ ഇവിടെ പ്രസംഗിച്ച ദിവസം കുറെ കുട്ടികളും കുറെ സ്ത്രീകളും ഒക്കെ ഇവിടെ വരുവാൻ, കേൾക്കുവാൻ കേൾവിക്കാരായി വന്നു. പക്ഷേ അന്ന് ഞാൻ പ്രസംഗിച്ച ആൾക്കാർ വന്ന് ആക്രമിക്കുകയും തെറി പറയുകയും ഒക്കെ ചെയ്ത് മാനസികമായി സഹോദരങ്ങളെല്ലാം ക്ഷീണിച്ചു പോയി. കണ്ണൂരിൽ നിന്ന് വിജയമോഹൻ സഹോദരന്റെ നേതൃത്വത്തിൽ ഒരു 4ഓളം വ്യക്തികൾ വന്നിരുന്നു. ആ വന്നിരുന്ന വ്യക്തികളൊക്കെയും അവരെ മുറിപ്പെടുത്തി, വല്ലാതെ വേദനിപ്പിച്ചു, മാനസികമായി തകർത്തു കളഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അവർ തളർന്നു പോയി. എന്നോട് വിജയമോഹൻ ബ്രദർ ആവശ്യപ്പെട്ടു, ബ്രദർ പറയൂ ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെയാണല്ലോ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വിഷയം നീ സംസാരിക്കുക. അങ്ങനെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടതയെക്കുറിച്ച്, അതേ എല്ലാ പഴിയും ദുഷിയും പരിഹാസവും നിന്ദയും നിങ്ങളെ അവർ പഴിക്കുകയും ദുഷിക്കുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ, ആകയാൽ നിങ്ങൾ സന്തോഷിച്ചു തുള്ളുവിൻ. ഈ വാക്യം ഞാൻ ഇന്ന് പ്രസംഗിച്ചു. ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ സമയം ജീവിതത്തിൽ ആദ്യമായി ഞാൻ പ്രസംഗിക്കുകയാണ്. എനിക്ക് പ്രസംഗം എന്തെന്നറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ദൈവം ഒന്നൊന്നായി വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. അങ്ങനെ ജീവച്ഛവം പോയ, ബലഹീനമായി പോയ, കൂടെ ഉണ്ടായിരുന്ന വന്നവരെല്ലാം, പാട്ടുപാടാൻ വന്നവരും അവരെല്ലാം ശക്തി പ്രാപിച്ചു. അന്നവർ പുറത്തിറങ്ങിയപ്പോൾ അന്നവർ താക്കീത് ചെയ്തിട്ട് പോയി, നീ ഇനി ഇവിടെ വന്നാൽ, വിജയമോഹൻ സഹോദരനോട് പറഞ്ഞു, ഇനി നീ ഇവിടെ വന്നാൽ നിന്നെ ഞങ്ങൾ കൈയും കാലും നിന്റെ തകർത്ത് കളയും. അതുകൊണ്ട് ഇനി മേലിനി ഇങ്ങോട്ട് വരുവാൻ പാടില്ല. അന്ന് മുതൽ പ്രിയമുള്ളവരെ, അന്ന് അവർ റോഡിൽ വെച്ചാണ് അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചത്. അന്ന് അദ്ദേഹം കൈ ഉയർത്തി അനുഗ്രഹിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് 2 കൈയും ഉയർത്തി അനുഗ്രഹിച്ചു. അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി കേൾവിക്കാരായ, കാഴ്ചക്കാരായ അനേകരുടെ മനസ്സുണർത്തി. അനേകർ ചിന്തിക്കും, ഇതെന്തൊരു ജീവിതം! യഥാർത്ഥത്തിൽ തല്ലിത്രമാത്രം കൊണ്ടിട്ടും അനുഗ്രഹിക്കുന്ന മനുഷ്യരോ? ഇങ്ങനെയും മനുഷ്യരുണ്ടോ? രാഷ്ട്രീയക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കോടതി മുകളിലാണ്, ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അവിടുന്ന് കാര്യങ്ങളെ ചെയ്യും. പ്രിയമുള്ളവരെ, എന്റെ ജീവിതപാതയിൽ തുടർന്നുള്ള നാളുകളിൽ രോഗവും കഷ്ടവും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം നേരിടേണ്ടി വന്നെങ്കിലും അവിടുന്ന് എല്ലാം ദൈവം അത്ഭുതകരമാവണ്ണം വിടുവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദിവസം ഞങ്ങൾക്ക് നേരിട്ട 3 പേരും രോഗത്തെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അയൽവക്കത്തെ ഒരു സ്ത്രീ വന്നൊരു കാപ്പി അനത്തി തരുവാൻ ആളില്ല. സ്ത്രീ വന്ന് ഞങ്ങളോട് ചോദിച്ചു, തങ്കമണി, എന്റെ ഭാര്യയുടെ പേര് തങ്കമണി എന്നാണ്, തങ്കമണി, മോൻ കിടക്കുന്നു, മോഹനൻ കിടക്കുന്നു, ഇപ്പോൾ നീയും കിടക്കുന്നു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായത്? അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട്, പിതാവേ, ഈ അപമാനം സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അവിടുന്ന് അല്ലാതെ എനിക്ക് മറ്റാരുമില്ല, അവിടുന്ന് നിങ്ങളെ സഹായിക്കണം. അന്നാണ് പിശാചനോട് പറഞ്ഞ, നിന്റെ സുവിശേഷം ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കും, ഞാൻ നിന്നെ നശിപ്പിക്കും, നിന്നെ വന്ന സ്ഥലത്തേക്ക് ഞാൻ മടക്കി വിടും, നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ വിടുകയില്ല.
അവസാനം ഞാൻ ദൈവത്തോട് 2 മണിക്കൂറോളം നിലവിളിച്ചു. ആ നിലവിളിയുടെ അവസാനം ദൈവാത്മാവ് ആധിപത്യമെടുത്തു. സാത്താനെ ദർശിച്ചു. സാത്താൻ എന്നെ വിട്ടുപോയി. അന്ന് രാത്രി എന്റെ രോഗപീഠയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. രാവിലേക്ക് മോൻ സൗഖ്യമായി, രാവിലേക്ക് ഭാര്യയും സൗഖ്യമായി. ഞങ്ങൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. പിന്നെ 3 വർഷക്കാലത്തേക്ക് ഒരു രോഗവും ഞങ്ങളെ ബാധിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം തന്റെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചു. അതുകൊണ്ടാണ് എന്റെ ജീവിതപാതയിൽ എന്റെ ജീവിതാനുഭവം പുസ്തകമായി പിൽക്കാലം എഴുതിയപ്പോൾ അതിന് ശാശ്വത ഭുജങ്ങളിൽ എന്ന പേരിട്ടിരിക്കുന്നത്. എന്റെ പുസ്തകത്തിന്റെ പേര് ശാശ്വത ഭുജങ്ങളിൽ എന്നാണ്. ഇപ്പോൾ തന്നെ 22,000 കോപ്പി അത് ഈ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി തീർന്നു. 5 പ്രിന്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും 1 പ്രിന്റും ഇറങ്ങുവാനിടയായി. ചുരുക്കം പറഞ്ഞാൽ ഈ ദേശത്ത് വന്നതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം ആരെല്ലാം എതിർപ്പും പ്രതികൂലങ്ങളും അയച്ചെങ്കിലും ഞാൻ കണ്ടവരോടും കേട്ടവരോടും എന്റെ ഭവനത്തിൽ കയറി വരുന്നവരോടും സകല മനുഷ്യരോടും സുവിശേഷം പറയുവാൻ തുടങ്ങി. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ജീവിതാനുഭവവുമായി ഈ കൊടിയ കഷ്ടതയിൽ നിന്ന് പറയുമ്പോൾ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിലും ചിലരെല്ലാം വിശ്വസിച്ചു വന്നു. അങ്ങനെ ഏകദേശം 2 വർഷങ്ങൾ കൊണ്ട് 32 ആളോളം ഇവിടെ കൂട്ടായ്മയ്ക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സഭാ ശുശ്രൂഷയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ നടത്തി. പ്രിയമുള്ളവരെ, ഞാൻ ആഗ്രഹിച്ചത് എവിടെയെങ്കിലും കൂട്ടായ്മയുള്ള സ്ഥലത്തെത്തണമെന്നാണ്. പക്ഷേ ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് കൂട്ടായ്മ നയിക്കുന്നവനായിട്ടാണ്. ദൈവത്തിന്റെ പദ്ധതിയെ നമുക്ക് ആർക്കും അറിയില്ല. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിന്റെ വിചാരങ്ങൾ. ആ ദൈവത്തിന്റെ വിചാരത്തിന് നാം കീഴ്പ്പെടുകയെ നിർവാഹമുള്ളൂ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ഡെന്നിസ് പടികം പാസ്റ്ററുടെ കാറിൽ എന്നെ വിജയമോഹൻ സഹോദരൻ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെ സ്നാനമേറ്റതിന് ശേഷം അവിടെയും പ്രസംഗിച്ചു. അതിനുശേഷം എന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്നെ പോലെ തളർന്നു കിടക്കുന്ന കമലാക്ഷി എന്ന് പറയുന്ന സഹോദരിയുടെ ഭവനത്തിൽ മലവയലിൽ ഒരു സഭയുണ്ടായിരുന്നു. അവിടെ 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ദൈവവചനം സംസാരിക്കുവാനിടയായി. വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് നടക്കുവാൻ കഴിവില്ല എന്ന് മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ അവിടെയും ദൈവം അത്ഭുതകരമാം നടത്തി. അന്നു മുതൽ തുടങ്ങിയ ജീവിത പ്രയാണങ്ങളിൽ 100 കണക്കിന് 1000 സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം എന്നെ നയിച്ചു. എനിക്ക് നാളുകൾ കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്നൊരു പഴയ ട്രൈസൈക്കിൾ ഒരാൾ വാങ്ങി തന്നു. ഒരു ട്രൈസൈക്കിൾ എന്ന് പറഞ്ഞ കറക്കുന്ന ട്രൈസൈക്കിൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു കൈ കൊണ്ട് പെഡൽ കറക്കുന്ന ഒരു ട്രൈസൈക്കിൾ. ആ ട്രൈസൈക്കിൾ എനിക്കൊരു സഹോദരൻ പഴയ സെക്കൻഡ് ഹാൻഡ് സാധനം, ഒരാൾ ഉപയോഗിക്കാതെ വെച്ച സാധനം എനിക്ക് വാങ്ങി തന്നു. ഞാൻ അതിലായി എന്റെ യാത്ര. അങ്ങനെ അതിൽ ഞാൻ ഒരു അരി വാങ്ങുവാൻ പോകും, റേഷൻ കട വരെ പോകും. എനിക്ക് കയറ്റം കയറുവാൻ കഴിയുകയില്ല. പലരും കണ്ട് മനസ്സിലുള്ളവർ പറയും, ഓനേട്ടാ ഒരു മോട്ടോർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ. ഞാൻ പറയും ദൈവം തരട്ടെ. അങ്ങനെ 10 വർഷക്കാലം ഞാൻ ആ ട്രൈസൈക്കിൾ ഉപയോഗിച്ചു. ചങ്ക് പറയുന്ന വിഷമം ഉണ്ടാകും. എങ്കിലും എന്റെ ഭാര്യ പുറത്തുള്ള പ്രവർത്തികൾ ചെയ്ത് വലിയ ശീലമുള്ളവളല്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും പോകും. അവൾ അടുക്കളയിലും അകത്തെ കാര്യങ്ങൾ ചെയ്യും. ദൈവം ഞങ്ങൾ ഓരോ ദിവസവും നടത്തി. ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു, പ്രാർത്ഥിക്കുന്ന മക്കൾ രൂപപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ദേശത്തിന് വേണ്ടി, ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും എന്നെ കൊണ്ടുപോകുന്നിടത്ത് മറ്റുള്ളവരുടെ വാഹനത്തിലാണെങ്കിലും ടാക്സി വാഹനത്തിലാണെങ്കിലും ഏകദേശം എന്നെ പലരും പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയൊക്കെയും ദൈവവചനം പ്രസ്താവിക്കാനും ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാനും പ്രസംഗിക്കാനും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. തുടർന്നുള്ള ജീവിതത്തെ ട്രൈസൈക്കിളും എനിക്ക് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ബുദ്ധിമുട്ടായി മാറി. ആ സമയത്ത് ദൈവത്തോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഒന്നുകിൽ എനിക്ക് സൗഖ്യം തരിക, എനിക്ക് പുറത്തു പോകണം, സൗഖ്യം തരിക, അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകുവാൻ ഒരു മാർഗം തരിക. 2ാമത്തെ മാർഗം ദൈവം തെരഞ്ഞെടുത്തു. കാരണം ദൈവത്തിന് രണ്ടും ചെയ്യുവാൻ ബുദ്ധിമുട്ടില്ല. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചൊരു സംഭവം നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയും. അവർ കിടക്കയുടെ 4 മൂലക്കും കയറ് കെട്ടി ഓട് പൊളിച്ച് വീട്ടിന്റെ മേൽക്കൂര തുറന്ന് ആ മുറിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ മനുഷ്യനോട് യേശു പറഞ്ഞ വാക്ക്, അങ്ങനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ
അവിടെ ഉണ്ടായിരുന്ന പരീശന്മാർ പിറുപിറുത്തു, പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലേ അധികാരമുള്ളൂ, പിന്നെ ഇവനെങ്ങനെയാണ് പാപങ്ങളെ മോചിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്? എന്നാ അപ്പോൾ യേശു പറഞ്ഞു, അവനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ അല്ല നിന്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? രണ്ടും എളുപ്പമല്ല. മനുഷ്യന് രണ്ടും എളുപ്പമല്ല. മനുഷ്യൻ രണ്ടും അസാധ്യമായ കാര്യങ്ങളാണ്. എന്നാൽ യേശു അവർക്ക് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. പാപങ്ങളെ മോചിപ്പാനും രോഗിയെ സൗഖ്യമാക്കുവാനും തളർന്നു കിടക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കുവാനും യേശുവിന് മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവിടുന്ന് ദൈവപുത്രനാകിയാൽ പിതാവ് ചെയ്തു കാണുന്നൊക്കെയും പുത്രനും അവണ്ണം ചെയ്യുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ അതുപോലെ എന്റെ ജീവിതത്തെ ദൈവം രണ്ടിലൊന്ന് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പായിരുന്നു ദൈവം എനിക്കൊരു സ്കൂട്ടർ വാങ്ങി തന്നു. ഒരു രവിക്കുറപ്പെന്ന് പറയുന്ന, ഇന്നും മരിച്ചിട്ടില്ല, 97 വയസ്സുള്ളവനായി ഇന്നും തൃശ്ശൂർ ജീവിക്കുന്നു, കണ്ണൂർക്കാരനായി, ഒരു നായർ കുടുംബത്തിന് വിശ്വാസത്തിൽ വന്ന ഒരു ദൈവഭക്തൻ കുറെ രാജ്യത്തിൽ നിന്ന് തന്റെ നാട്ടിൽ വന്നപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുവാനിടയായി എന്റെ അടുക്കൽ വന്നു. കണ്ട് കേട്ടു പോകുമ്പോൾ എന്റെ ദയനീയ സ്ഥിതി കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഒരു മോട്ടറുള്ള സ്കൂട്ടർ കിട്ടിയാൽ ഉപയോഗിക്കുവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞൊരു 3 വീൽ സ്കൂട്ടറിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവം തമ്പുരാൻ എനിക്കൊരു സ്കൂട്ടർ തന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പേ, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊരു സ്കൂട്ടർ തന്നു. അങ്ങനെ ആ സ്കൂട്ടർ 3 വീലാക്കുവാൻ ഞാൻ പല വർക്ക്ഷോപ്പുകാരെടുത്ത് കൊണ്ടു നടന്നു. ആരും ഏറ്റെടുക്കുന്നില്ല, കമ്പനി അങ്ങനെ ഇറക്കുന്നില്ല. പല വർക്ക്ഷോപ്പുകാരും തിരസ്കരിച്ചു. അപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരൻ കോഴിക്കോട് നിന്ന് ഏറ്റെടുത്തു. ആ മനുഷ്യൻ എന്റെ വണ്ടി 4 വീലാക്കി തന്നു. 2 സൈഡിൽ കുട്ടികളുടെ വണ്ടി പോലെ സൈഡിൽ 2 വീലും കൂടെ ഫിറ്റ് ചെയ്ത് 4 വീലാക്കി തന്നു. അങ്ങനെ ആദ്യമായി കേരളത്തിൽ 4 വീലുള്ള ഒരു സ്കൂട്ടർ ഇറക്കുവാൻ ദൈവം ഇടയാക്കി. ഇത് കണ്ടവരും കേട്ടവരും മറ്റ് വികലാംഗരൊക്കെയും എന്നെ വിളിക്കുവാൻ തുടങ്ങി, എന്നെ ബന്ധപ്പെടുവാൻ തുടങ്ങി, ഓട്ടോറിക്ഷ കൂട്ടി വരുവാൻ തുടങ്ങി, എന്നെ കാണുവാൻ തുടങ്ങി. ഇതെങ്ങനെ കിട്ടി? ഇതെങ്ങനെ സാധ്യമായി? ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും അന്വേഷിച്ചു വന്നു. ഇന്ന് നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ 10,000-കണക്കിന് ശാരീരികമായി ബലഹീനതയുള്ള, നട്ടെല്ല് തളർന്നു പോയ, അവയവങ്ങൾക്ക് ചെറിയ വൈകല്യമുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് 3 വീലർ സ്കൂട്ടർ എന്ന് പറയുന്നുവെങ്കിലും ഇൻവാലിഡ് ഗാരേജ് ആക്കിയ ആ വാഹനം കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിപ്പോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാത്രമല്ല സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും അനേകം ദൈവമക്കളും സഹായിച്ച ആയിരങ്ങൾ, 10,000-ങ്ങൾ ഞാൻ വഴിയിലൊക്കെയും കാണും, എത്രയോ വ്യക്തികളെ ഇന്ന്. എന്നാൽ അതിനുശേഷം എന്റെ ജീവിതത്തിൽ സ്കൂട്ടറിലായി യാത്ര. കാറിന്റെ സീറ്റ് സ്കൂട്ടറിൽ ഫിറ്റാക്കിയ ഒരു വണ്ടി. ഒരിക്കൽ മാഹിയിൽ വെച്ച് ഒരു സായിപ്പും മദാമി ഇത് കണ്ടപ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, ഇതെന്തൊരു സാധനമാണ്. അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത, അവരുടെ നാട്ടിലൊക്കെ 3 വീലുള്ള ഒരു വണ്ടിയുണ്ട്, ഇങ്ങനെ ഒരു വണ്ടിയില്ല. ബാക്കിൽ നിരനിര 3 വീല്. പക്ഷെ ആ വാഹനത്തിൽ ഞാൻ ഏറെ സഞ്ചരിച്ചു. 1000-കണക്കിന് കിലോമീറ്റർ, 150 കിലോമീറ്റർ ഒക്കെ ഞാൻ മീറ്റിങ്ങിൽ പോയി തുടങ്ങി. കണ്ണൂര് മാത്രമല്ല, കണ്ണൂരും തലശ്ശേരിയും കടന്ന് കാസർഗോഡ് വരെയും, അങ്ങോട്ടേ കോഴിക്കോട് വരെയും വയനാട് വരെയും ഒക്കെയും ഞാൻ പോകുവാൻ തുടങ്ങി. അതിലിരുന്ന് എന്റെ അടിവശം വീണ്ടും പൊട്ടി. അതിൽ കൂടുതൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ, പുറംലോകം കാണാത്ത ഞാൻ പുറം ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ വളരെ റിസ്ക് എടുത്ത് 2-3 മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയായപ്പോൾ ഒരു ശരീരം ബലഹീനമായി, അടിയിൽ വലിയ തുള രൂപപ്പെട്ടു. അതും വെച്ചിട്ടും ഓട്ടം തുടങ്ങി. പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ എന്റെ ഫോൺ നമ്പർ ലാസ്റ്റ് തരുമായിരിക്കും. എന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുവാൻ ഞാൻ സന്നദ്ധനാണ്. അതിന്റെ കഷ്ടങ്ങളും ത്യാഗങ്ങളും ഒന്നും പറഞ്ഞാൽ തീരുകയില്ല. ഈ 39 വർഷങ്ങൾക്കിടയിൽ 6 പ്രാവശ്യം ഞാൻ ഓപ്പറേഷന് വിധേയമായി. എന്റെ അടിവശം കുറച്ചൊന്ന് പറഞ്ഞാട്ട്, ഇച്ചിരിയൊക്കെ കുറച്ചൊന്ന് പറഞ്ഞാട്ട് പാസ്റ്റർ, എല്ലാവർക്കും. അപ്പോ എന്റെ കഷ്ടതയുടെ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ അടിവശം ഭയങ്കരമായ കിഴുത്തയായി പോയി എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് പൊട്ടി, അതിൽ നിന്നുള്ള വ്രണം പഴുപ്പായി, അത് നാശമായി.
3 വർഷക്കാലം ഞാൻ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് വളരെ ക്ലേശവും കഷ്ടവുമായി. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ. ഏതുമില്ലാത്ത എന്റെ ജീവിതത്തിൽ ഒറ്റ മുണ്ടേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയട്ടെ, ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇപ്പം ഉണ്ടായിക്കരുത് കേട്ടോ. കാരണം ഇപ്പോൾ അലമാര നിറച്ചു മുണ്ട എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ കാര്യമാണ്. ഒറ്റ മുണ്ടുണ്ടായിരുന്ന ആ മുണ്ട് ഈ മുറിവിന്റെ ഒടുക്കൽ പറ്റുന്നതിന്റെ ഫലമായി എന്ന് വരച്ച് കഴുകി ഭാര്യ പറഞ്ഞു, ഇത് നുറുങ്ങിപ്പോയി, ഇതെല്ലാം കൂടി ചെത്തുപോയി, മുണ്ടിതാ ഇല്ല, ഒറ്റ മുണ്ടേ ഉള്ളൂ. എനിക്ക് ഒറ്റ ഷർട്ടും ഒറ്റ മുണ്ടും ഉള്ളവനായിരുന്നു. കാര്യം കഷ്ടതയിൽ കിടക്കുമ്പോൾ എന്റെ ഭാര്യ വാങ്ങിത്തന്ന ഒരു ഷർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ ഷർട്ടും പഴയ കാലത്തുണ്ടായിരുന്ന ഷർട്ടും മുണ്ടും എല്ലാം എന്റെ സഹോദരങ്ങളും ബന്ധുജനങ്ങളും പകുത്തെടുത്തു. എന്റെ കർത്താവിന്റെ വസ്ത്രം എടുത്തതുപോലെ കിടപ്പിലായപ്പോൾ എനിക്കൊരു ഒരു 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 ലുങ്കിയുടെ ഒരു ചെറിയ ലുങ്കിയുടെ പകുതി കഷ്ണമാണ് എന്റെ അരക്കിട്ടിരുന്നത്. എന്റെ ജീവിതത്തിൽ ഈ ഒറ്റ ഷർട്ടും ഒറ്റ മുണ്ടുമായിട്ടാണ് ഞാൻ ജീവിച്ചത്. ജ്ഞാനമേറ്റപ്പോൾ പോലും എനിക്കറിയില്ലായിരുന്നു മറിച്ചൊടുക്കുവാൻ മുണ്ട് വേണമെന്ന്. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലുങ്കിയാണ് അതിന് കൊണ്ടുപോയത്. പക്ഷെ ലുങ്കി ഉടുത്തിട്ട് സഭയിൽ ഇരിക്കുന്നത് എങ്ങനെ? അന്ന് കർത്തൃമേശയുമുണ്ട്. പക്ഷേ ഇത് കണ്ട പാസ്റ്റർ പറഞ്ഞു, അനുജനെ ഓടിച്ചു വിട്ടു. ഒരു കടയിലേക്ക്, ടൗൺ ആയതുകൊണ്ട് ഓടിപ്പോയി അദ്ദേഹം ഒരു കടയിൽ പോയി ഒരു മുണ്ട് വാങ്ങിക്കൊണ്ടുവന്നു. ആ മുണ്ടാണ് സ്നാനപ്പെട്ട് വസ്ത്രം മാറിയപ്പോൾ എനിക്ക് ഉടുക്കുവാൻ കൊണ്ടു തന്നത്. ആ അവസ്ഥയിൽ എന്റെ മുണ്ട് ചെത്തുപോയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പ്രിയ കർത്താവെ, നീളം മുക്കാത്ത ഒരു മുണ്ട് എനിക്ക് തരണം. എന്റെ ആവശ്യം അവിടുന്ന് അറിയുന്നുവല്ലോ. ഇതാണ് എന്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാസോപ്പിച്ചോ വാക്കുകളുടെ അടുക്കിലോ ചിട്ടയിലോ അല്ല. ഒരു ഭക്തൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കരച്ചിലും ചിരിയുമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ, വേദന വരുമ്പോൾ കരയും നിലവിളിക്കും, സന്തോഷം വരുമ്പോൾ അറിയുന്ന ഭാഷയിൽ പാട്ടുപാടും, ദൈവത്തെ സ്തുതിക്കും. ആ കരച്ചിലും നിലവിളിയും ദൈവം കേട്ടു. പിറ്റേന്ന് തന്നെ ഒരു കൂത്തുപറമ്പിൽ നിന്നൊരു ദൂരവേ ഉള്ള ഒരു പാസ്റ്ററും കൂത്തുപറമ്പിൽ ഒരു ബ്രൈറ്റ് എഞ്ചിനീയർ നടത്തുന്ന ജോസേട്ടനും, ശരിക്കും പറഞ്ഞാൽ പേര് പറയുകയാണ്, ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹവും എന്നെ കാണുവാൻ വന്നു. അങ്ങനെ ചിലരൊക്കെ പരിചയപ്പെട്ടു തുടങ്ങി. ഒരു പൊതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് പറയുന്നു, പാസ്റ്റർ കൊടുക്ക്, ജോസേട്ടൻ കൊടുക്ക്. ഞാൻ പറഞ്ഞു, എനിക്കുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് തന്നാട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ പൊതി എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പ്രിയമുള്ളവരെ. നീലം മുക്കാത്ത സൈസ് ഒന്നാന്തരം ഫസ്റ്റ് ക്വാളിറ്റി മുണ്ട്. ആ മുണ്ടിന്റെ കൂടെ ഒരു ഷർട്ടിന്റെ വെള്ള ഷർട്ടിന്റെ തുണിയും. അങ്ങനെ ഒരു ഇന്നലെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു മുണ്ടിന് വേണ്ടി ഇന്നിതാ ഒരു മുണ്ടും ഒരു ഷർട്ടും, ചോദിക്കാത്ത ഷർട്ടും ദൈവം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പ്രയാണം തുടർന്ന് എന്റെ ജീവിതത്തിൽ അന്ന് തുടങ്ങിയ ജീവിതപാതയിൽ ഞാൻ സകലത്തിനും ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. രാജാക്കന്മാരിലോ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അങ്ങനെ എന്റെ ജീവിതപാതയിൽ ഇന്ന് നിങ്ങൾക്കറിയാമോ, ഞാൻ ചാടിക്കേറി ഇടക്കേറി പറയട്ടെ, ഈ അടുത്ത കാലത്ത് ഒരു 3-4 മാസം മുമ്പേ, അല്ല 6 മാസം മുമ്പേ, ഒരു ബ്രാഹ്മണൻ, ഒരു നമ്പൂതിരി ഒരു അമ്പലത്തിൽ, ഇവിടെ അതേ ഉള്ളൂ, പള്ളിയൊന്നുമില്ല, അമ്പലത്തിലെ നമ്പൂതിരി ഒരു 5 മുണ്ടുമായിട്ട് ഇവിടെ വന്നിട്ട് തൊഴുകയോടെ ചോദിച്ചു, ഇത് നിങ്ങൾ സ്വീകരിക്കുമോ, കൈക്കൊള്ളുമോ? എങ്കിൽ എന്റെ അടുക്കൽ കുറെ മുണ്ടുണ്ടായിരുന്നു, ഞാനത് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു വിട്ടു. ആ മനുഷ്യൻ പിന്നെ ആരോ എന്റെ പരിചയക്കാരവിടെ പോയപ്പോൾ ഒരു ചാക്ക് മുണ്ട് കൊടുത്തയച്ചു. കാരണം അയാൾക്ക് ഒരു ദിവസം തന്നെ 8-10 മുണ്ട് കിട്ടും. ഓരോ പൂജയ്ക്ക് മുണ്ട് കിട്ടും, നല്ല നല്ല മുണ്ടുകൾ. അങ്ങനെ 50 മുണ്ടുകൾ കൂടുതൽ ഇവിടെ കൊണ്ടു. ഞാൻ പലർക്കും കൊടുത്തു, ഇവിടുത്തെ രോഗികൾക്കൊക്കെയും കൊടുത്തു. ഒരു 10-12 എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ മുണ്ടില്ലാത്തവനല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ രചിച്ചു പോയതുമില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ നിങ്ങൾ വായിക്കുന്നവരെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നവരെങ്കിൽ, ഞാൻ നിങ്ങളോട് സാക്ഷിക്കട്ടെ, ബൈബിളിലെ ഒരു വേദവാക്യവും മാറ്റി എഴുതേണ്ടതില്ല. കാരണം അവൻ ഉവ് എന്ന് പറഞ്ഞാൽ ഉവാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. തുടരട്ടെ. അങ്ങനെ എന്റെ സ്കൂട്ടറിൽ കൂടി എന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പ് കൊടുത്തു. 1 വർഷം വർക്ക്ഷോപ്പ് കടന്നു. കാരണം ആദ്യം പൈസ കൊണ്ട് കൊടുത്തു. എന്റെ സ്നേഹിതൻ, എനിക്ക് പോകാൻ പറ്റുകയില്ലല്ലോ. അദ്ദേഹം ഒരു സത്യസന്ധനും നിഷ്കളങ്കനുമായ ഒരു ശിശുവിനെ പോലത്തെ മനുഷ്യനാണ് വിജയമോഹൻ. അദ്ദേഹം ഏൽപ്പിച്ച, രവിക്കുറപ്പ് ഏൽപ്പിച്ച കിറ്റാക്കാനുള്ള പൈസ 15,000 രൂപ ആദ്യം കൊടുത്തു പോയി.
ആരോ പറഞ്ഞ പോലെ കൊല്ലന്റെ കയ്യിലും വർക്ക്ഷോപ്പുകാരന്റെ കയ്യിലും ആദ്യം പൈസ കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആദ്യം പൈസ കൊടുത്താൽ പിന്നെ ആ സാധനം കിട്ടുകയില്ല. അവൻ എന്ത് ചെയ്തു? ഭാര്യനെ വെച്ച് പുതിയ സ്കൂട്ടറിൽ 2 മീറ്റർ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി. ഒരു 6 മാസം അവൻ ഓടിച്ചു. ഞാൻ കത്തെഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് അവസാനം ആ 15,000 രൂപയും പോകുമെന്ന സ്ഥിതി വന്നു. ഞാൻ ദൈവത്തോട് പൊട്ടിക്കരഞ്ഞു. സ്വർഗീയ പിതാവേ, അങ്ങല്ലോ ഇത് ചെയ്തു തന്നത്. അപ്പോൾ ഒരു ഭക്തൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോഹൻ നായരെ, താങ്കൾക്ക് വാഹനം വേണ്ട എന്ന് ദൈവത്തോട് പറഞ്ഞേക്കൂ. കാരണം അങ്ങനെ പറയുന്ന ഒരു നില താങ്കൾക്ക് വരുമ്പോൾ താങ്കൾക്ക് ദൈവം വണ്ടി തരും. അതുവരെ ആ വണ്ടി കിട്ടുകയില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ സഹോദരന്റെ ബന്ധം ഞാൻ കളയുകയില്ല. 15,000 രൂപ കൊടുത്ത സഹോദരന് നികത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ബന്ധം ഞാൻ കളയുകയില്ല. അതുകൊണ്ട് കർത്താവെ, എനിക്ക് വണ്ടി വേണ്ട. അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വണ്ടി വേണ്ട പറഞ്ഞതിന്റെ 3-ാം പക്കം എനിക്ക് വണ്ടി 4 വീലായി ഫിറ്റാക്കി കിട്ടി. അന്ന് മുതൽ ഞാൻ ഓടിക്കാൻ തുടങ്ങി ഏറിയ ദൂരം. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, 4 സ്കൂട്ടറിലായി 1.25 ലക്ഷം കിലോമീറ്റർ ഞാൻ സ്കൂട്ടറുകളിൽ ഓടിച്ചു. 4ാമത്തെ സ്കൂട്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ 30 വർഷങ്ങൾ കൊണ്ട് 4ാമത്തെ സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി ദൈവം തമ്പുരാൻ കൃപ നൽകി. ഞാനൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോയി ഉച്ചയ്ക്ക് വാഹനം ഓടിച്ച് തളിപ്പറമ്പ് എന്നൊരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വരുമ്പോൾ എനിക്ക് വളരെ മടുപ്പും വളരെ വിഷമവും തോന്നി. ആദ്യത്തെ സാഹചര്യമല്ല, റോഡിൽ വാഹനം പെരുകിയിരിക്കുന്നു. എന്റെ വാഹനത്തിന് പ്രത്യേകതയുണ്ട്, നടു റോഡിൽ കൂടി പോകണം. സൈഡിലേക്ക് പോകുമ്പോൾ അത് മറിയാൻ പോകുന്നത് പോലെ വല്ലാത്ത ഉലച്ചലാണ്. അത് ആ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എഞ്ചിനീയർമാരൊന്നും ചെയ്തതല്ലല്ലോ, ഒരു വർക്ക്ഷോപ്പുകാർ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ നടു റോഡ് ആരെങ്കിലും തരുമോ? അവരൊക്കെ ചീത്ത പറയും. അങ്ങനെ നട്ടുച്ച സമയത്ത് ഞാനൊരു ഉൾ റോഡ് കൂടെ കയറി വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ വഴിയിൽ വെച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് ഇത് മറിയുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു ഓഫ് റോഡിലെല്ലാം കയറി വരികയാണ്. അങ്ങനെ റബ്ബർ തോട്ടത്തിന്റെ അടുക്കൽ വെച്ച് ഞാൻ എന്റെ കാലുകളൊക്കെ ഹാൻഡിൽ നമ്മൾ പൊക്കി വെക്കും, എന്നിട്ട് ക്ഷീണം വരുമ്പോ കിടക്കും. സീറ്റ് ചായച്ചു വെക്കും, എന്നിട്ട് കിടക്കും. അങ്ങനെ കിടന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. നട്ടുച്ചയ്ക്ക് ആ റബ്ബർ തോട്ടത്തിന്റെ സൈഡിലെ തണലിൽ ഞാനൊരു മയക്കത്തിലായി പോയി. പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ടൊരു കാറ് വാങ്ങിക്കൂടാ? ഞാൻ കണ്ണു തുറന്നു. പരിസരത്ത് നോക്കിയപ്പോ ആരുമില്ല. ആരോ വന്ന് എന്നോട് സംസാരിക്കുകയാണെന്നാ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ണു തുറന്നു, ആരെയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, കാറ് വാങ്ങുവാൻ പൈസ എവിടെ? അപ്പോഴാണ് ദൈവം എന്നെ ഓർപ്പിക്കുന്നത്, എന്റെ ഭാര്യ തുന്നൽ പണിയും മറ്റുമൊക്കെ ഈ തിരക്കിനിടയ്ക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു ചിട്ടി കൂടിയിരുന്നു. അതിനൊരു ചെറിയ പൈസ വെച്ച് മാസം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാലാവധിയായി എന്ന് എന്നെ ദൈവം ഓർപ്പിച്ചു. അതിന്റെ കാലാവധിയായി, അത് വാങ്ങി നീ ഒരു കാറ് വാങ്ങിക്കൊള്ളുക എന്ന് ദൈവാത്മാവ് എന്നോട് മൃദുവായി സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ പരസ്യത്തിൽ കാണുന്നത്, കൈകൊണ്ട് ഓടിക്കുവാൻ ഗിയർ ഇല്ലാത്ത റെനൾട്ടിന്റെ കിഡ് എന്നൊരു വാഹനം ആദ്യമായി വിപണിയിൽ ഇറങ്ങുന്നു എന്ന പത്രത്തിൽ പരസ്യം കാണുവാനിടയായി. അപ്പോൾ തന്നെ ആ പൈസ ഒറ്റയാഴ്ച കൊണ്ട് വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു കാർ വാങ്ങി. ഈ കാർ അപ്പോഴേക്കും കാറ് കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന ഒരു സഹോദരനെ, എന്നെ പോലെ തളർന്നു പോയിട്ടും ഗൾഫിൽ വന്ന് നാട്ടിൽ വന്ന് ഓട്ടോ ഓടിച്ചപ്പോൾ തളർന്നു പോയൊരു മുസ്തഫ ഉണ്ടായിരുന്നു. ആ മുസ്തഫ മലപ്പുറത്താണ്. ആ മുസ്തഫ ആയി ഞാൻ ബന്ധപ്പെടുവാനിടയായി. അങ്ങനെ മുസ്തഫ തന്റെ ഫിറ്റിങ്ങിലെ 1400-ാമത്തെ കാറായി എന്റെ കാറ് കൈകൊണ്ട് ഓടിക്കുവാൻ കൺവേർട്ട് ചെയ്തു. അങ്ങനെ ആ വാഹനത്തിൽ ഞാൻ 7 വർഷക്കാലം ഉപയോഗിച്ച ശേഷം അതിന്റെ ഇടയിൽ ടാക്സി വാഹനത്തിൽ 2.5 ലക്ഷം കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാംഗ്ലൂരും അതുപോലെ സംസ്ഥാനത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെയും ഞാൻ പോയി തുടങ്ങി. അങ്ങനെ എന്റെ യാത്രയിൽ 1, 2, 3 എന്ന് പറഞ്ഞ് വികലാംഗരായ തളർന്നുപോയ, ഇതുപോലെ സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ച അനേകരെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 5 പേരെ ഇതുപോലെ പരിചയപ്പെട്ടു. കത്തുകളിൽ കൂടി 5 പേരെ പരിചയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സഭ നടക്കപ്പെടുന്നു. ദൈവകൃപയാൽ പ്രാർത്ഥന നടക്കപ്പെടുന്നു. അതോടുകൂടെ കുടുംബം നയിക്കപ്പെടുന്നു. അതോടുകൂടെ ഞാൻ മീറ്റിങ്ങൾ പോയി തുടങ്ങുന്നു. അങ്ങനെ പല വിധത്തിലും ദൈവം ഞങ്ങളെ ഉയർത്തി തുടങ്ങി. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 5 പേരെ പരിചയപ്പെടുവാനിടയായി. കത്തിൽ കൂടി പരിചയപ്പെട്ടതാണ്. അതിലൊരാൾ ആശ്രയമില്ലാത്തവരായി വയനാടുകാരൻ കൊളകപ്പാറക്കാരൻ മാത്യു. അദ്ദേഹം എന്നേക്കാൾ സീനിയർ ആയിരുന്നു.
അന്ന് ഞാൻ ആയിരുന്നതിനേക്കാളും 5 വർഷം മുമ്പ് അദ്ദേഹം മരത്തുമേൽ നിന്ന് കാപ്പിക്കുറ്റിയുടെ മുകളിലേക്ക് വീണതിന്റെ ഫലമായി നട്ടലിന്റെ ഉള്ളിൽ വലിയൊരു കിഴുത്തയായി പോയി. ഉപ്പുവെള്ളം ഒഴിച്ച് മരവിപ്പിച്ച് നിർത്തുകയാണ്. അരക്ക് താഴെ തളർന്നു പോയി. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, മോനേട്ടാ, യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ ഒരു ശീമോനുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഈ ക്രൂശ്, ഞാൻ എന്റെ ഐഡിയ, എന്റെ ഉള്ളിലെ ചിന്തകൾ ഞാൻ അദ്ദേഹത്തോട് പങ്കുവെച്ചു. ഇങ്ങനെയുള്ളവരെ ഒത്തിച്ചു പറക്കുവാൻ ഇടമുണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശീമോൻ യേശുവിന്റെ ക്രൂശ് ചുമക്കുവാനുണ്ടായിരുന്നു. നമ്മുടെ ഈ ക്രൂശ് ചുമക്കുവാൻ ആര് തയ്യാറാകും? ആര് തയ്യാറാകും? ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതേ കാലത്തിന് ആരുമില്ല. അപ്പൻ വയസ്സ് എന്ന് കണ്ണു കാണാത്തവനായി പോയി. വളരെ വാർദ്ധക്യത്തിലെത്തിപ്പോയി. അമ്മയും ഏതാണ്ട് 10-77 വയസ്സായി. എന്നിട്ട് പറഞ്ഞു, അപ്പൻ അനുജന്റെ കൂടെയാണ്, അമ്മ മാത്രമാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ച വളരെ കുറവായി. നമ്മുടെ സ്ഥിതി എന്താകും? നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും? എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, മോനേട്ടാ, എങ്ങനെയെങ്കിലും ഒരു കാരുണ്യഭവൻ ഉണ്ടായാൽ എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കണമേ. എനിക്ക് മറ്റാരുമില്ല, ആശ്രയമായി ആരുമില്ല. സഹോദരങ്ങളെല്ലാം വേർപെട്ടു പോയി. ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മുടെ അവസ്ഥ മോനേട്ടന് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു. ആ മാത്യുവിന് വേണ്ടി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു അന്ന് രാത്രി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്കൊരിക്കലും കാരുണ്യഭവൻ നടത്താൻ പറ്റുമെന്നോ, എന്നെ കാരുണ്യഭവൻ ഏൽപ്പിക്കുമെന്നോ എനിക്ക് സ്വപ്നത്തെ പോലും വിചാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മാത്യു എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ വാക്ക് പ്രകാരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ രാത്രി പ്രാർത്ഥനയുടെ അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, കണ്ണു കാണാത്തവരെ പോറ്റുന്ന സ്ഥലമുണ്ട്, പലതരത്തിലുള്ള മാനസിക രോഗികളെ സംരക്ഷിക്കാൻ സ്ഥലമുണ്ട്. പക്ഷേ സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചു പോയവരെ സംരക്ഷിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലമില്ല. കർത്താവെ, അങ്ങ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം പണിയുവാൻ അങ്ങ് അരുളി ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ അവസാനം പരിശുദ്ധാത്മാവ് മൃദുവായി എന്നോട് പറഞ്ഞു, അത് നീ തന്നെ ചെയ്യുക. അത് നീ തന്നെ. ഒരിക്കലും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ കഴിയാത്ത കാര്യം. അരക്ക് താഴെ തളർന്ന മനുഷ്യനെ സംരക്ഷിക്കുവാൻ തളരാത്ത മനുഷ്യനെയല്ലേ വിനിയോഗിക്കേണ്ടത്? ഒക്കെയാട്ടെ ദൈവത്തിന്റെ പദ്ധതി. തളർന്നുപോയ ഒരു മനുഷ്യനെ തന്നെ സകലത്തിനും ബലപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അരുളി ചെയ്ത പോലെ ഈ തളർന്ന അവസ്ഥയിൽ ദൈവം പറഞ്ഞു, അത് നീ തന്നെ ചെയ്യുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിന് ശരിക്കു പറഞ്ഞാൽ ആ നാളുകളിലെ ഒരനുഭവം പറഞ്ഞാൽ, എനിക്ക് മോട്ടോർ കിട്ടിയ സമയത്തല്ല, ട്രൈസൈക്കിൾ കറക്ക് കിട്ടിയ സമയത്താണ്. ട്രൈസൈക്കിൾ കിട്ടിയിട്ട് 6 മാസം മുറ്റത്ത് കടന്നു. എനിക്ക് പുറത്തിറങ്ങാൻ നിർത്തിയില്ല, നിർവാഹമില്ല, റാമ്പില്ല, നല്ല വീടല്ല, അതിന് സൗകര്യപ്പെട്ട സ്ഥലവുമല്ല. അവസാനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ടയർ പഞ്ചറായിട്ട് ടയർ മാറ്റുവാൻ, അതിന്റെ ടയറല്ല, ട്യൂബ് മാറ്റുവാൻ 8 രൂപ മതി. 8 രൂപ മിച്ചം പിടിക്കുവാൻ അന്നത്തെ കാലത്ത് 8 രൂപ 32 കൊല്ലം മുമ്പ് മിച്ചം പിടിക്കുവാനില്ലാതെ ഞാൻ പ്രയാസപ്പെടുമ്പോഴാണ് ദൈവാത്മാവ് പറയുന്നത്, കാരുണ്യ ഭവൻ നീ തന്നെ ചെയ്യുക. പ്രിയമുള്ളവരെ, അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ ജീവിതപാതയിൽ സ്വർഗത്തിലെ ദൈവം വാഹനം കാറും കൂടിയായി. ഏറെക്കാലം എന്റെ മോൻ എന്നെ കാർ ഓടിച്ച് പലയിടത്തും കൊണ്ടുപോയി. എന്നാൽ ഇന്ന് 8ാമത്തെ വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞ 2 കാറുകൾ ഞാൻ തന്നെ കൈകൊണ്ട് ഓടിക്കുവാൻ തക്കവണ്ണം 2 അല്ല 3 കാറ് ഫിറ്റാക്കി അതിൽ കൂടി ഓടിക്കാൻ തുടങ്ങി. സത്യം പറയട്ടെ, 6,70,000 കിലോമീറ്ററുകൾ ഈ 30 വർഷം കൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്നെ നയിച്ചു. അന്യ സംസ്ഥാനങ്ങൾ വരെ, ഇന്ന് തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ് പോകുന്നത്. പല സഹോദരങ്ങളും ചോദിക്കും, അയ്യോ മോനേട്ടാ, ആരെയും ഒരാളെ സഹായത്തിന് കൂട്ടരുതോ? ഞാൻ പറയട്ടെ, ദൈവത്തെക്കാൾ വലിയ സഹായകൻ മറ്റാരുമില്ല. ഞാൻ നിന്റെ ഓഹരിയും അവകാശമെന്നാണ് ലേവ്യനെ കുറിച്ച് ദൈവം പറയുന്നത്. ഞാൻ നിന്റെ ഓഹരി അവകാശമാണ്. അതുകൊണ്ട് പൗരോഹിത്യ ഗോത്രത്തിന് സ്വത്തുക്കൾ വീതം വെക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് നിന്റെ അവകാശി, ഞാനാണ് നിന്റെ ഓഹരി. ഈ ദൈവം എന്റെ കാവലാളായി, എന്റെ സംരക്ഷകനായി, എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി, എന്റെ പിതാവായി, എന്റെ ദൈവമായി, എന്റെ നാഥനായി, വലിയ ഇടയനായി
എന്നോടുകൂടെ യാത്ര ചെയ്യുന്നു. ദൈവത്തിന്റെ മഹാദയിൽ ഒരാപത്തും കൂടാതെ, ഒരനർത്ഥവും കൂടാതെ, ഒരു കഷ്ടവും കൂടാതെ പ്രാർത്ഥിച്ച് ഞാൻ യാത്ര ചെയ്യും. അനേക അത്ഭുതപ്പെടും. കാരണം ഈ മനുഷ്യൻ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പോലീസുകാരൊക്കെ കൈനീട്ടിയാൽ കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. സാറേ നടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അടുത്തു വന്ന് വളരെ ഹാർദവമായി അവർ അന്വേഷിക്കും. എന്തു പറ്റിയതാണ്, എന്താണ് അവസ്ഥ, എന്താണ് സാഹചര്യം, എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ വളരെ സൗഹാർദ്ദമായി പറഞ്ഞു വിടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. ഒരു കാര്യത്തിനും എന്റെ ജീവിതപാതയിൽ കഴിഞ്ഞ നാളുകൾ അങ്ങനെ കാരുണ്യഭവൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു ലോഡ് കല്ലിവിടെ ഇറക്കിയിട്ടു. അതിനുശേഷം എന്നോട് പറഞ്ഞു, മോഹൻ നായരെ, ഒരു 8 പില്ലറിലെ കുഴിയെടുക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്തു കൊള്ളുക. അപ്പോൾ അന്ന് വീട് വാങ്ങി തന്നെ ആൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ആ വീട് വാങ്ങി തന്നെ ആൾ പറഞ്ഞ വാക്കിതാണ്. 5 സെന്റ് സ്ഥലമാണ് അവർ പറഞ്ഞത്. പക്ഷെ അയാൾ പറഞ്ഞ ഡിമാൻഡിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഭാവിയിൽ ഒരു ഹോൾ പണിയുവാൻ സ്ഥലമുണ്ടെങ്കിൽ നന്ന്. 5 സെന്റിനകത്ത് എവിടെയാ ഭാവിയിൽ ഹോൾ പണിയേണ്ടത്? പക്ഷെ ഇവിടെ വന്നപ്പോൾ 11.25 സെന്റ് ഭൂമി, ബാക്കിലോട്ട് വീട് പണിതിരിക്കുന്നു. മുൻപിൽ ഒരു ഹാള് പണിയാനുള്ള സ്ഥലം കൃത്യമായി കിടക്കുന്നു. ദൈവത്തിന്റെ കരുതൽ നോക്കിയാട്ടെ പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ ഒരു ദൈവമാണ് നമുക്കുള്ള ദൈവം എന്ന് നോക്കിയാട്ടെ. ആ ദൈവം, ആ മഹാദൈവം എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് ഒരുക്കിയത്. അവിടെ 8 പില്ലറുള്ള കുഴിയെടുത്തു. ഞാൻ വിചാരിച്ചു അയാളൊരു ക്രഷർ ഉടമയാണ്, കരസ്മാറ്റിക്കാരനാണ്, അദ്ദേഹം സഹായിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ ആ കല്ലു ഇറക്കി വെച്ചിട്ട് പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവസാനം ആദ്യത്തെ ദിവസം കുഴി കുഴിക്കുവാൻ 2 പേർ അവർ പില്ലറിന്റെ കുഴിയെടുക്കുകയാണ്. കുഴിയെടുക്കുമ്പോൾ അവർക്ക് അന്ന് കൊടുക്കേണ്ട കൂലി അന്ന് ഏതാണ്ട് 100-150 രൂപ മതിയായിരുന്നു 2 പേർക്ക് കൂലി. പിറ്റത്തെ ദിവസം 3 പേർ പണിയെടുക്കുന്നു. അന്നത്തെ കൂലി കൊടുക്കാൻ പോസ്റ്റ്മാൻ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ 150 രൂപ കൊണ്ടു തന്നു. അത് അവർക്ക് കൂലി കൊടുത്തു. പിറ്റേ ദിവസം 3 പേരുണ്ടായിരുന്നു. 3 പേർ കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 3 പേർക്ക് കൂലി കൊടുക്കാൻ പൈസ വേണം. ഉച്ചയായപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നൊരു പാസ്റ്ററും ഒരു എഞ്ചിനീയറായ ഒരു വിശ്വാസി സഹോദരനും കൂടെ കയറി വരുന്നു എന്നെ കാണുവാൻ. അങ്ങനെ കണ്ടപ്പോൾ പോകാൻ നേരം അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വക എന്ന് പറഞ്ഞ് കറക്റ്റ് 250 രൂപ അവർ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അന്നത്തെ 3 ദിവസത്തെ കൂലി കൊടുത്തു. പ്രിയമുള്ളവരെ, ഇങ്ങനെ തുടങ്ങിയ കാരുണ്യഭവനാണ് ഇന്ന്. ഈ കാരുണ്യഭവൻ കടന്നു പോകുവാൻ 1,1,25,000 ലക്ഷം രൂപ ഒരു മാസം വേണം. എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ആരും വാഗ്ദാനം നൽകിയിട്ടില്ല. വിദേശത്തൊരു പങ്കാളിയില്ല, സ്വദേശത്തൊരു പങ്കാളിയില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ സഹോദരനെ സഹായിക്കാമെന്നോ. പക്ഷേ ഒറ്റ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ആകാശവും ഭൂമിയും സമുദ്രങ്ങളും സൃഷ്ടിച്ച സർവകൃപാലുവായ ദൈവം, കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവം അവിടുന്ന് അരുളിച്ചിരിക്കുന്നു എന്നോട് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ആകിയാൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്. എന്റെ അരിയന്മാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അന്ന് രാത്രി ദൈവം സംസാരിച്ചതാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ കാർ ഓടിച്ച് പോകുവാൻ തുടങ്ങി, സഭ നടക്കുവാൻ തുടങ്ങി, മുൻപോട്ട് പോകുവാൻ തുടങ്ങി. ദൈവം കണ്ട നൽകി കാരുണ്യഭവന്റെ ആദ്യ ഭാഗം ഒരു 6 കട്ടിലിടാനുള്ള സ്ഥലം ദൈവം തമ്പുരാൻ തന്നു. ആ ഹാളിന്റെ ചുറ്റും 6 കട്ടിലിട്ടു. നടുക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയും ആയി കടന്നു പോകാൻ തുടങ്ങി. 6 കട്ടിലിൽ 7 ആള് കിടക്കുന്ന ഗവൺമെന്റ് ആശുപത്രി കിടക്കുന്ന പോലെ സ്ഥിതി വന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ ദൈവമേ, അവിടത്തേക്ക് വാക്കിയിരിക്കുവാൻ കഴിയും, അതിന്റെ മേലെ പണിയുവാൻ ദൈവം പിൽക്കാലം കൃപ നൽകി. അതൊന്നും പറഞ്ഞാൽ തീരുകയില്ല. അത്യത്ഭുതകരമാണ്, അതിശയകരമാണ്. അതൊക്കെ എന്റെ പുസ്തകത്തിൽ വായിച്ചോളൂ. എനിക്ക് പറഞ്ഞാൽ ഒന്നും കയ്യിലില്ല, ഒന്നും കണ്ട് അല്ല എൻ ജീവിതാരംഭം വിശ്വാസക്കാൽ ചുവടിലെത്തുമേ തന്നിടുന്ന സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം എന്ന് ജോൺ ഗീവർഗീസ് അപ്പച്ചൻ പാടിയതുപോലെ ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കരുന്നവൻ. അങ്ങനെ 6 പേരിവിടെ
7 പേർ അഡ്മിറ്റ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ട്രൈസൈക്കിൾ പോരാ, എനിക്ക് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു, ദൂരങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു, എനിക്കൊരു ഒമ്നി വാഹനം തരണം. ആദ്യം വാങ്ങുന്നവർ ഒമ്നി വാങ്ങും, കാരണം വളരെ ചെലവ് കുറഞ്ഞ ചെറിയ സൗകര്യമുള്ളൊരു വാഹനം. പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാ കലിപ്പ് മനസ്സിലായത്, വാങ്ങാൻ എന്റെ കൈ പൈസയൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. കാറിന് ആദ്യമായി പ്രാർത്ഥിക്കുമ്പോൾ പലനാൾ പ്രാർത്ഥിച്ചു. 17 വയസ്സായപ്പോൾ മോൻ +2 പഠിക്കുമ്പോൾ ആരോ ഒരാൾ 2000 രൂപ കയ്യിലേൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, മോൻ ഡ്രൈവിംഗ് പഠിക്കൂ. അങ്ങനെ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുപ്പിച്ചു. ആ വാഹനത്തിൽ അവനാണ് എന്നെ പലപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒഴിവുള്ള സമയം നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലെ മറ്റാരെങ്കിലും ഡ്രൈവറെ വിളിക്കും. അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഓടിക്കാൻ തുടങ്ങി 9 വർഷമേ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതേതാണ്ട് 24,000 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ വയനാടിന്റെ ചുരം കയറുമ്പോൾ ഒരിക്കൽ ഞാൻ ആകെ അസ്വസ്ഥപ്പെട്ടു. എന്റെ അടിവശം ചൂടാവുന്നു. ഒമ്നി വാഹനത്തിന്റെ പ്രത്യേകതയാണ്, എഞ്ചിൻ മുമ്പിലായതുകൊണ്ട്, സീറ്റിന്റെ അടിയിലായതുകൊണ്ട് അതിവേഗം ചൂടാകുന്നു. വാട്ടർ കുഷൻ ഇട്ടാൽ അതുപോലും ചൂടായി പോകുന്നു. എനിക്കിരിക്കാൻ പറ്റാതായി, അസഹ്യമായി. പെട്ടെന്ന് ദൈവാത്മാവ്, ഞാൻ അസ്വസ്ഥപ്പെട്ടു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്നോട് ഇത് തന്നെയാണ് ചോദിച്ചത്, ഞാനത് തന്നു. എന്നാൽ നീ അത് വിറ്റ് കളയുക, ഞാൻ മറ്റൊന്ന് തരാം. അത് വിറ്റ് കളയുക, ഞാൻ മറ്റൊന്ന് തരാം. പിന്നത്തേതിൽ ദൈവം ഒരു സെക്കൻഡ് ഹാൻഡ് ബൊലേറോ തന്നു. എവിടെയും പോകുവാൻ തക്കവണ്ണം ഒരു ബൊലേറോ. ആ വാഹനത്തിൽ 39,000 കിലോമീറ്റർ യാത്ര ചെയ്തു. ഒമ്നിയിൽ 24,000 കിലോമീറ്റർ യാത്ര ചെയ്തു. ആ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതും അത്യാവശ്യം വഴിക്കായി പഴയ വാഹനമായിരുന്നു. വഴിക്കായി ഒരു ദിവസം മുഴുവൻ ഞാൻ ഇവിടത്ത് കിടക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു പുതിയ വാഹനം തരണം. ഈ പഴയത് കൊണ്ട് മടുത്തു, ഒരു പുതിയത് തരണം. ദൈവം തമ്പുരാൻ പുതിയൊരു വാഹനം തന്നു, ഒരു പുതിയ ബൊലേറോ. അങ്ങനെ ആ പുതിയ ബൊലേറോയിലാണ് ഞാൻ ബോംബെ വരെ യാത്ര ചെയ്തു വന്നത്. 12 ദിവസം ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ വഴികളിൽ നാം നടക്കുകയും അവന്റെ ഇഷ്ടം ചെയ്യുകയും അവന് പ്രസാദമുള്ള ചെയ്യുകയും അവനെ നാം കണ്ണുമടച്ച് രക്ഷകനെ വിശ്വസിക്കുകയും ചെയ്താൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറുന്നുവെങ്കിൽ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. എന്റെ നീതിമാന്മാർ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ജീവിക്കും. സ്വർഗീയ പിതാവിന്റെ തിരുക്കരങ്ങളിൽ വർഷങ്ങൾ കഴിഞ്ഞ് 4.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മറ്റൊരാവശ്യം വന്നപ്പോൾ ആ വാഹനം വിറ്റു. പിന്നത്തേതിൽ ദൈവം മറ്റൊരു വാഹനം തന്നു, ഒരു കാർ. അത് 39,000 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ കെട്ടിടത്തിന്റെ മറ്റൊരാവശ്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അതും വിറ്റു. അതിനുശേഷം ആണ് സ്വർഗത്തിലെ ദൈവം കൃപ നൽകി ഞാനൊരു കിഡ് കാർ വാങ്ങുന്നത്. അങ്ങനെ ആ കിഡ് കാറിൽ ഞാൻ 78,000 കിലോമീറ്റർ യാത്ര ചെയ്തു. ഒറ്റയ്ക്ക് 78,000 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ പഴയ വാഹനവുമായി പോകുന്നത് പന്തിയല്ല എന്ന് കണ്ട് ഞാൻ അതും വിറ്റു. ഒരു പുതിയ വാഹനം, മറ്റൊരു പുതിയ വാഹനം വാങ്ങി. ആ വാഹനത്തിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് എനിക്ക് സൗകര്യാർത്ഥം എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള, ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു വാഹനത്തെ. അപ്പോൾ ദൈവകൃപയാൽ ഇങ്ങനെ യാത്ര തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ. എന്റെ ജീവിതപാതയിലൊക്കെയും ദൈവകൃപ അനുഭവിപ്പാനും ഒരു സഭയെ നയിച്ചു കൊണ്ടുപോകുവാനും 6 കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുവാനും ദൈവം കൃപ നൽകി. 2-3 മക്കളെ ഞങ്ങൾ മാതാപിതാക്കളായി ഞങ്ങൾ വിവാഹം കഴിച്ചയച്ചു. അനേക സ്ഥലങ്ങളിൽ മീറ്റിങ്ങിന് പോവുകയും അനേകരെ കണ്ടുമുട്ടുവാനിടയായി. എന്നാൽ അതിനോടുകൂടെ ഒരു ദൈവത്തിന്റെ വലിയ പദ്ധതിയായ ഈ തളർന്ന വ്യക്തികളെ അന്വേഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും 583 തളർന്ന വ്യക്തികളെടുത്ത് ഇതുവരെ ഞാൻ എത്തി. അത് റെക്കോർഡായിരിക്കും. ഞാൻ പരസ്യം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഈ 583 തളർന്ന വ്യക്തികളെടുത്ത് എത്തിയപ്പോൾ അവരിൽ 41ഓളം കഴുത്തിന് താഴെ തളർന്നവരെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ കാരുണ്യ ഭവനത്തിൽ പല കാലങ്ങളായി, ഇപ്പോൾ തുടങ്ങിയിട്ട് 22 വർഷമായി. ഈ 22 വർഷത്തിനിടയ്ക്ക് 120 പേരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. കാരണം ഒന്നിച്ചല്ല, 120 പേരെ പാർപ്പിക്കണമെങ്കിൽ വലിയ സൗകര്യം വേണം. എന്നാൽ ദൈവകൃപയാൽ മറ്റൊരു ബ്ലോക്ക് കൂടി പണിയുവാനും അതിന്റെ കൂടെ 6.5 സെന്റ് സ്ഥലമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ട്രസ്റ്റിലേക്ക് കൊടുത്തത്. ഇപ്പോൾ ട്രസ്റ്റിന് 28 സെന്റ് സ്ഥലമായി. അതൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പുസ്തകത്തിലുണ്ട്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ളതാണ്.
അതിന്റെ എല്ലാം നടുവിൽ ഏതോ ഒരു ഭക്തൻ പറഞ്ഞതുപോലെ വെള്ളത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ വെള്ളത്തിൽ വെള്ളം കയറാതെ നോക്കിയാൽ ആ വെള്ളം അക്കരെ പിടിക്കും. അതുപോലെ ലോകത്തിൽ നാം ജീവിക്കുന്നു. നാം ലോകക്കാരായിരിക്കാതെ ദൈവത്തിന്റെ ജനമായി ജീവിക്കുമെങ്കിൽ, ദൈവകൽപ്പന പ്രമാണിച്ച് ജീവിക്കുമെങ്കിൽ, ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ കഷ്ടങ്ങളുടെ നടുവിലും വിട്ടുകളയാത്ത ദൈവത്തിന്റെ ആശ്രയത്തിൽ ഞങ്ങൾ ഇന്ന് വരെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ കാരുണ്യഭവന്റെ 2ാമത്തെ ബ്ലോക്ക് ദൈവം ആ കെട്ടിടം മേലെയായി. അതിനുശേഷം വീണ്ടും സൗകര്യമില്ലാതായി. ഗവൺമെന്റ് അംഗീകാരത്തിലേക്ക് വന്നപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ കിച്ചൺ ഇല്ല, ഡൈനിങ് ഹാളില്ല, മെഡിസിൻ റൂമില്ല, മറ്റുള്ള സൗകര്യങ്ങളില്ല. എന്റെ വീടിന് കിച്ചണാണ് ഉപയോഗിച്ചത്. എന്റെ ഭാര്യയും എന്റെ മകനും അവനാൽ ആവതെല്ലാം ചെയ്യുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ 9 വർഷമായി മകൻ വിവാഹം കഴിഞ്ഞു. മകന്റെ ഭാര്യ വീട് തൃശ്ശൂരാണ്. വിശ്വാസിയായ ഒരു മകളെ ദൈവം തന്നു. ദൈവകൃപയാൽ ഒരു മകനെ തന്നു. ദൈവത്തിന്റെ കരുണയാൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. നീതിമാനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ കാലയവനികൾക്കുള്ളിൽ മറയുമായിരുന്നു. പ്രിയമുള്ളവരെ, 583 ആളെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കഴുത്തിന് താഴെ തളർന്ന വ്യക്തി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു കഴിഞ്ഞ 12.5 വർഷം. ഈ 12.5 വർഷക്കാലം കഴുത്തിന് താഴെ തളർന്ന ആ സഹോദരന് വേണ്ടി ഒരു എയർ കണ്ടീഷൻ റൂം ശരിയാക്കി അവനെ അവിടെ പാർപ്പിച്ചിരിക്കായിരുന്നു. അവൻ നല്ലൊരു ഭക്തനായി മാറി. ഇവിടെ കൊണ്ടുവന്ന മക്കളിൽ അനേകർ ദൈവത്തെ അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. അനേകർ വീണ്ടെടുപ്പിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും എന്നല്ല, അനേകർ. പക്ഷെ അവരിൽ പലരും പല ദേശത്ത് പല സാഹചര്യത്തിൽ ജീവിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ഈ ആത്മീയ ശുശ്രൂഷയുടെ കൂടെ തന്നെ ദൈവം ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാമോ, ഈ കാരുണ്യഭവൻ എന്നൊരു പദ്ധതി പലപ്പോഴും സുവിശേഷ വിഹിത സഭകളിൽപ്പെട്ട പലരും ചിന്തിക്കുന്നത് സുവിശേഷം പറഞ്ഞാൽ പോലെ, യേശുവിനെ അറിയിച്ചാൽ പോലെ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യം? ദൈവാത്മാവിനോട് സംസാരിച്ചിട്ടാണ് കാരുണ്യഭവൻ തുടങ്ങിയത്. അത് നീ തന്നെ ചെയ്യുക എന്നുള്ള ശബ്ദം കൂടാതെ ദൈവാത്മാവ് വചനത്തിൽ നിന്നൊരു ഉറപ്പ് തന്നു. അതിങ്ങനെയായിരുന്നു. ഗദനേരുടെ ദേശത്ത് യേശു എത്തിയപ്പോൾ അവിടെ ഒരു ഭൂതഗ്രസ്തനെ കണ്ടു. ആ ഭൂതഗ്രസ്തൻ, ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഈ സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിപ്പാൻ ഇവിടെയും വന്നുവോ എന്ന് നിലവിളിച്ചപ്പോൾ യേശു അവനിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവൻ അപേക്ഷ ഇതാണ്: ഞങ്ങളെ നശിപ്പിക്കരുത്, പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ സമ്മതിക്കണം. യേശു പോകാൻ പറഞ്ഞു. ആ ഭൂതാത്മാവ് പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ സൗഖ്യമായി. ഈ സൗഖ്യമായ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങയോട് കൂടെ ഇരിക്കാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ യേശു പറയുകയാണ്, അതുവരെ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അത് ചെയ്ത യേശു പറഞ്ഞൊരു വാക്ക്, നീ ആരോട് പറയരുത് എന്നാണ്. പബ്ലിസിറ്റി അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ ഈ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ പോയി നിന്റെ പിതൃഭവനത്തിലും നിന്റെ ദേശത്തിലും നിനക്ക് കർത്താവ് ചെയ്തത് അറിയിക്കുക. പ്രിയമുള്ളവരെ, ഈ വചനത്താൽ ദൈവാത്മാവിനോട് പറഞ്ഞു, സുവിശേഷകന്മാരായ ദൈവമക്കളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ആരോഗ്യമുള്ളവരെ ലോക മനുഷ്യൻ പ്രവേശിപ്പിക്കുന്നില്ല. അവരെ തല്ലി ഓടിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ഒരു ഹോള് പണിയാനുള്ള സ്വാതന്ത്ര്യമില്ല, കാരണം പെർമിഷൻ ഇല്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇതാ കാരുണ്യഭവൻ പണിയുക. ഈ കാരുണ്യഭവനിൽ കൂടി എന്റെ പ്രവൃത്തിയും നീ തുടരുക. അങ്ങനെ കാരുണ്യഭവൻ ഒരു വശത്ത് നടക്കുന്നു, ആത്മീക പ്രവൃത്തി മറുവശത്ത് നടക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയാട്ടെ, അത്ഭുതകരമായ പ്രവൃത്തി. ഇപ്പോ ആർക്കും നിഷേധിക്കാൻ കഴിയാതെയായി, ഇപ്പോ ആർക്കും എതിർക്കുവാൻ കഴിയാതെയായി. പിതാവായ യാക്കോബ് പറഞ്ഞതുപോലെ, ഞാനൊരു വഴിയോടുകൂടെ പുറപ്പെട്ടു പോന്നു. ഇപ്പോഴോ നീ എന്നെ 2 കൂട്ടമാക്കി മാറ്റി. കഴിഞ്ഞ വർഷം ഞങ്ങൾ മുമ്പത്തെ വർഷം പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന സ്ഥലത്ത് ഒരാൾ ഒരു വീട് തന്നിരുന്നു. റിക്കാർഡിക്കലായി തന്നിരുന്നില്ല, വാക്ക് പറഞ്ഞു തന്നിരുന്നു. അവർ തന്ന ഭവനത്തിൽ കാരുണ്യഭവന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുവാൻ ദൈവം കൃപ നൽകി. പക്ഷെ ദുഃഖമെന്ന് പറയട്ടെ, അത് ഞങ്ങൾക്ക് എഴുതി തരാത്തതിന്റെ ഫലമായി, ഞങ്ങൾക്ക് രജിസ്ട്രേഷനുമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്തതിന്റെ ഫലമായി തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവിടെ മാനേജറാക്കി നിർത്തിയിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന്, വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്
40 ഉറക്കൂടി കഴിച്ചിട്ട് മരിക്കാത്തൊരു യുവാവിനെ, ശിവൻ എന്ന യുവാവിനെ, ആ യുവാവ് വിശ്വാസത്തിൽ വന്നു, ഒരു ദൈവ പൈതലായി, ആത്മീക പരിജ്ഞാനം പ്രാപിച്ചു, ദൈവകൃപ പ്രാപിച്ചു. ഞങ്ങൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചു, കാർ ഓടിക്കാൻ പഠിപ്പിച്ചു. അവൻ എല്ലാ കാര്യത്തിലും നിപുണനായി. അവനെയാണ് അവിടെ മാനേജറാക്കിയിരിക്കുന്നത്. നോക്കുക, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് കാര്യവും അസാധ്യമില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ സാക്ഷ്യം പറയട്ടെ. നിങ്ങൾ തിരുവചനത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, നിങ്ങൾ യേശുവിലേക്ക് നോക്കുകയാണെങ്കിൽ, നീ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണെങ്കിൽ, ഒരു ദിവസം കൊണ്ട് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരണമെന്നില്ല. പക്ഷേ നിന്റെ ജീവിതപാതയിൽ നീ തുടർമാനമായി ദൈവത്തെ അന്വേഷിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ, അവന്റെ ഇഷ്ടം ചെയ്ത് അവന് പ്രസാദമുള്ളത് അന്വേഷിച്ച് ജീവിച്ചാൽ, ദൈവം നിന്നെ ഞാൻ നിന്നെ മോതിരമാക്കും എന്നത്രേ അരുളി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ നാളുകളിന്റെ യാത്രയിൽ ആത്മീയ ശുശ്രൂഷ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, പരിസ്ഥിതി പ്രവർത്തനത്തിന് പോകും, അതോടുകൂടെ പാലിയേറ്റീവ് കെയറിൽ പോകും, BRCയിൽ പോകും, പഞ്ചായത്തുകളിൽ പോകും, സ്കൂളുകളിൽ പോകും. വിളിക്കുന്നിടത്തൊക്കെയും അങ്ങനെ ഈ വൈകല്യം സംഭവിക്കുന്നതിനെ കുറിച്ചും അതിന് സംഭവിച്ചാലും ചെയ്യേണ്ടതിനെ കുറിച്ചും ഈ അവസ്ഥയിൽ മനുഷ്യൻ അകപ്പെടാതിരിക്കാൻ കുട്ടികൾക്ക് ഡ്രൈവിംഗിന്റെ ക്ലാസ് എടുക്കുവാൻ, നിയമത്തിന്റെ ക്ലാസ് എടുക്കുവാൻ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയും പോകുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുകയും അറിയുകയും ചെയ്യുവാനിട വരുന്നു. ഒരു മനുഷ്യനെ ദൈവം കഷ്ടതയുടെ തീച്ചകളയിൽ കൂടെ നടത്തിയിട്ട് മറ്റനേകരെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ദൈവത്തിന്റെ വിദ്യ നമുക്ക് അജ്ഞാതമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് അരുളി ചെയ്തതുപോലെ, ദൈവത്തെ വിശ്വസിച്ചിറങ്ങാമെങ്കിൽ ദൈവം തമ്പുരാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എന്റെ വലിയൊരു ആഗ്രഹമാണ്, ഇതുപോലെ തളർന്നു കിടക്കുന്ന, ഇപ്പോൾ തന്നെ 20 പേര് എന്റെ കൂടെയുണ്ട്. 20 തളർന്ന വ്യക്തികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്റെ വീടിന്റെ പുറത്ത് കാരുണ്യ ഭവൻ എന്ന കെട്ടിടത്തിൽ. നോക്കൂ, ഒന്നുമില്ലായ്മ ആരംഭിച്ച ഈ സ്ഥാപനം ദൈവം അത്ഭുതകരമാവണ്ണം നടത്തി. മനുഷ്യ ബുദ്ധിക്ക് അതീതമായി ദൈവം വളർത്തി. ഗവൺമെന്റ് സഹായം ഇതുവരെ ലഭിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ദൈവം കൃപയിൽ ഒരു ബ്ലോക്ക് പോലെ പണിയുവാൻ വീണ്ടും 5 സെന്റ് സ്ഥലം വാങ്ങി, വീണ്ടും 5 സെന്റ് സ്ഥലം വാങ്ങി, വീണ്ടും 5 സെന്റ് സ്ഥലം വാങ്ങി. ഇങ്ങനെ 28 സെന്റ് സ്ഥലം ഇപ്പോൾ സ്ഥാപനത്തിന് ആയിത്തീർന്നു. അവനോ വളരണം, ഞാനോ കുറയണം. എന്ന് വെച്ചാൽ എന്റെ 11.5 സെന്റിൽ 5 മാറി. 32 വർഷത്തെ കർത്താവിന്റെ വേലയിൽ ഞാൻ 5 സെന്റുകാരനായി തീർന്നു. ഈ കടപ്പാടം മാത്രം, മറ്റൊന്നും എനിക്ക് വേണ്ട. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ട്, കർത്താവേ, ആരും ഇറക്കി വിടാത്ത ഈ കടപ്പാടം, വാടക കൂടാതെ പാർക്കുന്ന ഈ കടപ്പാടം മാത്രം മതി. അത്ഭുതവാനായ ദൈവം അതിശയങ്ങളിൽ വഹിച്ച് ഞങ്ങളെ വഴി നടത്തുന്നു. ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കഴുത്തിൽ താഴെ തളർന്നുപോയ അനേകരെ സംരക്ഷിക്കുവാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രജീഷ് എന്ന മോൻ 12 വർഷക്കാലം ഉണ്ടായിരുന്നു. അവന്റെ കൈ കൊണ്ട് വായിക്കുവാൻ നിവൃത്തിയില്ല, കൈയും ചലിക്കുകയില്ല, കഴുത്തിന് താഴെ തളർന്നതാ. അവനോട് സുവിശേഷം പറഞ്ഞു, അവൻ ആ രക്ഷകനെ സ്വീകരിച്ചു. ആ കൈക്കൊണ്ടു, അതൊരു വലിയ കൈക്കൊള്ളലായിരുന്നു. അവന്റെ സാക്ഷ്യം കേട്ട് അനേകർ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. 12 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ശബ്ദം പോലും അലർജിയാകുന്ന ആ യുവാവ് 12 വർഷം കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ 6 മാസം മുമ്പേ അദ്ദേഹം വികരോഗവാസം വിട്ടു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നു, എന്റെ പ്രവൃത്തി തീർന്നു, ഞാൻ പോകുന്നു എന്റെ കർത്താവിന്റെ അടുക്കൽ. അവൻ കൈകൊണ്ട് പുസ്തകം പിടിക്കുവാൻ കഴിയാത്തതിൽ മോനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തു. അതിൽ കിടന്നെടുത്ത് ബാക്ക് റെസ്റ്റിന്റെ സഹായത്തോടെ ചാരിയിരുന്ന് അവൻ ആ പുസ്തകം മുഴുവനും 2 പ്രാവശ്യം ബൈബിൾ മുഴുവനും വായിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ അനേകർ സന്ദർശിക്കാൻ വരും, സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരും. ഞാൻ അവർക്ക് 1 മണിക്കൂർ ക്ലാസ് കൊടുത്ത്, ഡ്രൈവിംഗിന്റെ ക്ലാസ് കൊടുത്താണ്, റോഡ് നിയമത്തെ കുറിച്ച് ക്ലാസ് കൊടുത്താണ് വിടുക. അധ്യാപകർ വരും. കോഴിക്കോട് NITയിൽ നിന്ന് 52 വിദ്യാർത്ഥികൾ ഒരിക്കൽ വന്നു. അദ്ദേഹത്തെ അവിടുത്തെ അധ്യാപകരും. അങ്ങനെ വന്നപ്പോൾ ഈ രതീഷിനെ ഞങ്ങൾ ചക്രമുള്ള കാട്ടിൽ നിന്ന് ഉന്തിക്കൊണ്ട് വന്നു. ഞങ്ങൾ അവനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു. ഇംഗ്ലീഷിൽ മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. 36 കുഞ്ഞുങ്ങളും ബൈബിൾ വാങ്ങിയാണ് പോയത്. കാരണം അവന്റെ ഒറ്റ മനുഷ്യന്റെ സാക്ഷ്യം കേട്ടിട്ട് കഴുത്തിന് താഴെ തളർന്നവൻ പറയുകയാണ്, ഞാൻ കുറെ മുമ്പേ തളർന്നു പോയില്ലല്ലോ. അങ്ങനെയെങ്കിൽ കുറച്ച് നേരത്തെ ദൈവത്തെ അറിയുവാൻ കഴിയുമായിരുന്നു. 24-ാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡന്റിൽ കൂടി കഴുത്തിന് താഴെ
തളർന്നു പോയൊരു യുവാവാണ്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള 30,000-ൽ കൂടുതൽ മനുഷ്യർ കേരളത്തിൽ കിടക്കുന്നു. 30,000-ൽ കൂടുതൽ. എനിക്ക് ചെന്നെത്താൻ കഴിഞ്ഞത് 583 പേർ. മറ്റൊരുപാട് പേർ ഇനിയും കിടക്കുന്നു. അതിന് കഴുത്തിന് താഴെ തള്ളുന്ന അനേകരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാരണം വലിയ ഫെസിലിറ്റി വേണം, വലിയ സംരക്ഷണ കവചം വേണം, വലിയ സാമ്പത്തികം വേണം. പക്ഷേ ദൈവകൃപയാൽ ഇന്ന് നെഞ്ചിന് താഴെ താഴ്ന്നവരെയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നത്. കഴുത്തിന് താഴെ താഴ്ന്ന അധികം പേരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. പ്രയാസങ്ങളുണ്ട്. കാരണം എല്ലാറ്റിനും തൊഴിലാളികളെ വെച്ച് ചെയ്യുവാൻ നമുക്ക് സാമ്പത്തികമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, നിങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയും. ഒരു സഹോദരൻ ഒരു നേരത്തെ ആഹാരത്തിന് മാർഗം അയച്ചു തരുവാൻ സാധിച്ചാൽ ആ ഒരു നേരത്തെ ആഹാരം അവർക്ക് നന്മയായി തീരും. ഒരു വീൽ ചെയറിനുള്ള മാർഗം ലഭിച്ചാൽ അത് വലിയൊരു കാര്യമായി മാറും. ഇപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുന്നു. 2ാം നിലയിലേക്ക് പേഷ്യന്റിനെ തള്ളിക്കയറ്റുവാൻ ഞങ്ങളുടെ റാമ്പ് സൗകര്യം കുറവാണ്. കാരണം 36 മീറ്റർ നീളമില്ല, സ്ഥലമില്ല. ഇതിന്റെ ഫലമായി ഞങ്ങൾ 17 മീറ്റർ ഉണ്ടാക്കിയ റാമ്പാണ്. 2 ആളെ കയറ്റുമ്പോഴേ കയറ്റുന്നയാളുടെ കൈയുടെ കുഴപ്പുഴ പോകും. ഒരു ലിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 10 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. ഒരു ലിഫ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ജീവിതപാതയിൽ എന്റെ ഭാര്യ ഇതിന്റെ പിന്നിൽ ആദ്യ 3 വർഷക്കാലം എനിക്ക് നഷ്ടപ്പെട്ടതെങ്കിലും പിന്നത്തെ എന്റെ ഭാര്യയും കുഞ്ഞിന് ദൈവം അടക്കി തന്നു. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മകൻ 4 കൊല്ലം ജോലി ചെയ്തപ്പോൾ ദൈവത്തിന്റെ പിടി അവനും വീണു. അങ്ങനെ അവൻ സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫായി മാറി. ഇന്നെല്ലാ കാര്യങ്ങളിലും അക്കൗണ്ടിങ് മാത്രമല്ല, അവൻ സർവത്ര പണികളും ചെയ്യും. മോട്ടോറിന്റെ വർക്കുകൾ ചെയ്യും, വീൽ ചെയറിന്റെ വർക്കുകൾ ചെയ്യും, എന്തെല്ലാം ഇലക്ട്രിക്കിന്റെ വർക്കുകൾ ചെയ്യും എന്ന് വെക്കേണ്ട സകലമായ വർക്കുകളും ചെയ്യും. ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും കുടുംബവും ഞങ്ങൾ കുടുംബമായി ഞങ്ങളാലാവും വിധം. അതെ, അവൾക്ക് 60 വയസ്സായി, എനിക്ക് 63. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കിച്ചണിൽ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുവാൻ അവളല്ല എങ്കിൽ മറ്റുള്ളവർ പറയും ആ ഒരു ചമ്മന്തി ചേച്ചി ഉണ്ടാക്കി തന്നാ മതി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തക്കതാ ഒരാളെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് ശമ്പളം കൊടുക്കുവാനുള്ള മാർഗമായിട്ടില്ല. ദൈവം തന്നെ കൃപ നൽകേണ്ടതിന് പ്രാർത്ഥിക്കുക. അവൾ കാലിന്റെ മുട്ടുമൊക്കെ പോയി തുടങ്ങി, കൈകളും പോയി തുടങ്ങി. കാരണം 25 പേരുടെ ഭക്ഷണം 4 നേരം തയ്യാറാക്കുക, ഒരുക്കുക, കൊടുക്കുക, സഹായിക്കുക എന്ന് പറഞ്ഞ പാത്രം കഴിയാൻ തന്നെ കൈ അഴുകിപ്പോകും. പ്രിയമുള്ളവരെ, അവളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരുണയാൽ, മഹാദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതപാതയിൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴി നടത്തി. ഇനിയും അനേകമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. എന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ ആ പുസ്തകം ഞങ്ങൾ അയച്ചു തരാൻ തയ്യാറാണ്. ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ എന്ന് പറഞ്ഞാൽ മതി, ആ പുസ്തകം അയച്ചു തരാം. അത് നിങ്ങളെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരും. നിശ്ചയമായി യേശു ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിന്റെ കാൽക്കൽ എത്തിക്കുവാൻ കാരണമാകും. എന്റെ ജീവിതപാതയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു ഭാഗം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമുക്കെല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ആ പുസ്തകത്തിലെ ജീവിതാനുഭവങ്ങൾ, പരിവരുത്ത ജീവിതാനുഭവങ്ങൾ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൈവം എങ്ങനെ ഉത്തരം തരുന്നു, എങ്ങനെ അതിനായി ഒരുക്കപ്പെട്ടു എന്നുള്ള സത്യമൊക്കെയും ഏതാണ്ട് 220 പേജുള്ള പുസ്തകമാണ്. ആ പുസ്തകം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റിന് 200 രൂപയാണ്. പഴയ പ്രിന്റ് കുറച്ചുണ്ട്, അത് 100 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഇനി പൈസ ഇല്ലെങ്കിലും, നിങ്ങളൊരു പൈസ ഇല്ല എനിക്ക് ഒരു പുസ്തകം അയച്ചു തരണമെന്ന് എനിക്ക് വിളിച്ചു പറയാമെങ്കിൽ ഞാനൊരു പുസ്തകം അയച്ചു തരാം. അത് നിങ്ങളെ വിശുദ്ധീകരണത്തിലേക്കും, അത് നിങ്ങളെ ക്രിസ്തുവിന്റെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും ദൈവിക സത്യങ്ങളിലേക്കും ദൈവ വഴികളിലേക്കും ദൈവഹിതത്തിലേക്കും നിങ്ങളെ വഴി കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിലെത്തിയാൽ ഞാൻ ധന്യനായി. നിങ്ങൾ ആരെങ്കിലും ക്രൂശിന്റെ ചുവട്ടിലെത്തി യേശുവിന്റെ കാൽക്കൽ ചെന്ന് കർത്താവേ, അങ്ങ് എനിക്ക് ആവശ്യമുണ്ട്, എന്റെ ഉള്ളത്തിൽ വന്ന് എന്നെയും കൂടെ വീണ്ടും ജനിപ്പിച്ച് എന്നെയും കൂടെ അവിടുത്തെ മകനാക്കി തീർക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അഭയാചന കഴിക്കുന്നുവെങ്കിൽ ഞാൻ ധന്യനായി. എന്റെ ജീവിതത്തിൽ എനിക്ക് പരാതിയില്ല, ആരോടും പരിഭവമില്ല, ബന്ധുജനങ്ങളോട് പരിഭവമില്ല, മാതാപിതാക്കളോട് സഹോദരങ്ങളോട് പരിഭവമില്ല. എന്റെ പിതാവ് കഴിഞ്ഞു പോയി, 4 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. എന്റെ അമ്മ 83-ാമത്തെ വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ എന്റെ അമ്മയും രക്ഷയുടെ അനുഭവത്തിൽ വന്നുവെന്ന് സഹോദരി സാക്ഷ്യം പറയുവാൻ ഇടയായി. ആ വാർദ്ധക്യത്തിലാണ്
എങ്കിലും അവളുടെ കൂടെയാണ് എന്റെ അമ്മയുള്ളത്. ദൈവത്തിന്റെ കൃപയാൽ എന്റെ ഒരു സഹോദരി മാത്രമേ, സഹോദരിയും കുടുംബവുമേ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും, ആരും സഹായമില്ല, എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്ന് ഭക്തൻ പാടിയതുപോലെ കഷ്ടത്തിലാകുന്നു ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ കഷ്ടത എനിക്ക് ഗുണമാക്കി തീർത്ത ദൈവത്തിന് മഹത്വം. ആ കഷ്ടത അവന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ, അവന്റെ വചനങ്ങളെ ആസ്വദിക്കുവാൻ, അവനിലായിരിക്കുവാൻ, അവനിൽ നിന്ന് വീണ്ടും ജനിക്കുവാൻ, അവനിൽ വേരുന്നുവാൻ, അവനിൽ വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ഉത്സാഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ ദൈവം ഞങ്ങളെ ഇന്ന് ഒരു വഴിയോടുകൂടെ പുറപ്പെട്ടു പോന്നു. ഇപ്പോഴോ ഞങ്ങൾ 2 കൂട്ടമാക്കി മാറ്റി. മറ്റെവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ, കേരളത്തിൽ എവിടെയെങ്കിലോ തെക്ക് ഭാഗത്തൊരു സ്ഥലം കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പായ ഒരു സ്ഥലം കിട്ടിയാൽ ഒരു സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ആ ഭാഗങ്ങളിൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹമല്ല, അവിടെ ഞങ്ങൾ അനേകം ബലഹീനരെ പരിചയപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നോ കോട്ടയത്തു നിന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ പത്തനംതിട്ടയിൽ നിന്നോ ഇടുക്കിയിൽ നിന്നോ ഒരാൾ ഇവിടെ കൊണ്ടുവരിക വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എത്രയെത്ര ഭവനങ്ങൾ വെറുതെ കിടക്കുന്നു, എത്രയെത്ര ഭവനങ്ങൾ കേരളത്തിൽ വൃഥായിട്ടിരിക്കുന്നു. കർത്താവിന്റെ നാളിൽ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഭവനം ഇങ്ങനെ ഒരു ജീവകാരുണ്യ കാര്യത്തിലും അനേകരെ ജീവങ്ങളിലേക്ക് നടത്തുന്നത് നിങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ഓഹരി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ പേരിലേക്ക് അനേക സ്തോത്രം വരുവാൻ അത് കാരണമായി തീരും. ഭൂമിയിൽ അതെല്ലാം നശിച്ചു പോകും. ഈ കാലങ്ങൾ തീർന്നു പോകുകയാണ്. ഈ ലോകത്തിന്റെ വസ്തുക്കൾ തീർന്നു പോകും. എല്ലാം നശിച്ചു പോകും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങളോ ഒരു നാളും മാറിപ്പോകയില്ല. ആ വചനങ്ങളിൽ വിശ്വസിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് അവസാനമായ ഒരൊറ്റ ആഹ്വാനം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങളെല്ലാവരും ഈ വിശ്വാസം കൈവിട്ട് കളയരുത്. പ്രതിസന്ധികൾ വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, കഷ്ടങ്ങൾ വരുന്നു. സമ്പത്തിന്റെ സുവിശേഷമല്ല, പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമല്ല സുവിശേഷം, ദാരിദ്ര്യത്തിന്റെ സുവിശേഷവുമല്ല. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന് അന്നു വേണ്ടതൊക്കെയും കൊടുക്കുവാൻ തക്കവണ്ണം ശക്തനാണ് ഈ ദൈവം എന്നറിഞ്ഞ് ഞാൻ ഒരാളോടും 5 ആളുകളും 500 പേരോടും ഒരുപോലെ പ്രസംഗിക്കുന്നു ദൈവവചനം. ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും എന്താണെന്ന് അന്വേഷിക്കുക. അതോടുകൂടെ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടേണ്ട. ഈ ഉള്ളവന്, ഈ ബലഹീന ജീവിതത്തിന് ഇതൊക്കെയും ദൈവം 38 വർഷമായി തന്നുകൊണ്ടിരിക്കുക. 38 വർഷമായി തന്നുകൊണ്ടിരിക്കുക. എന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ദൈവം കൈയും കാലുമുള്ള നിങ്ങളെ എത്ര അധികം ഉപയോഗിക്കാൻ പറ്റും? എനിക്ക് കാലില്ല, അരക്ക് താഴെ ചലനമില്ല, അരക്ക് താഴെ ചലനമില്ല. 1.5 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിവശം പുകഞ്ഞു പോകും. ഇന്നും വൈകുന്നേരം എനിക്ക് മറ്റൊരു സൂം മീറ്റിംഗ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ കരുണയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയപ്പോഴും ദൈവത്തിന്റെ മഹാകരുണ ഞാൻ അനുഭവിക്കുവാനിടയായി. മരിച്ചു പോകുമെന്ന് പറയുന്ന പല സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിലെത്തി. പക്ഷെ അവിടുന്ന് ദൈവം വീണ്ടും എന്നെ ജീവിപ്പിച്ചു വിട്ടു. അതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ മഹാദയിൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. സഭയുണ്ട്, കാരുണ്യഭവനുണ്ട്. അതോടുകൂടെ മറ്റനേക പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുന്നു. ബലഹീനതയിലും ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു വാക്യമാണ് ബൈബിളിലെ ഒരു ലേഖനം 12-ാമത്തെ വാക്യം. അല്ലയോ കൊരിന്ത്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിസന്തോഷത്തോടെ ചെലവാക്കുകയും ചെലവായി പോവുകയും ചെയ്യും. പ്രിയ ദൈവവേദനെ, ചെലവായി പോവുക, ചെലവാക്കുക. എന്തായിരുന്നു താൻ ചെലവാക്കിയത്? തനിക്കുണ്ടായിരുന്നത്, തന്റെ കയ്യിലുണ്ടായിരുന്നത്, തന്റെ പണം, തന്റെ ആരോഗ്യം, അതെല്ലാം ചെലവാക്കി. എന്നാൽ താൻ തന്നെ ചെലവായി പോയി. ഒരു മെഴുകുതിരി ചെലവായി പോയെങ്കിൽ മാത്രമേ അത് ദീപം കൊടുക്കുവാൻ, വെളിച്ചം കൊടുക്കുവാൻ സാധിക്കൂ. അതുപോലെ നാം ചെലവാക്കുക മാത്രമല്ല, നമുക്കുള്ളതാണ് ചെലവാക്കുന്നത്. എന്നാൽ നാം തന്നെ അതിലേക്ക് എരിഞ്ഞടങ്ങുമ്പോഴാണ് ചെലവായി പോവുക. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അല്ലയോ കൊരിന്ത്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിസന്തോഷത്തോടെ, ദുഃഖത്തോടെയല്ല, വേദനയോടെയല്ല, അതിസന്തോഷത്തോടെ ചെലവാക്കുകയും ചെലവായി പോവുകയും ചെയ്യും. നമുക്ക് ചെലവാക്കാം, ചെലവായിടാം. നമുക്ക് തന്നെ നമുക്കുള്ളതൊക്കെയും
ഈ ഭൂമിയിൽ കൂട്ടിവെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഇതൊക്കെയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മറക്കാതിരിക്കുക. ഞാനിവിടെ ഒരു വാർത്ത വായിക്കുവാനിടയായി. സ്റ്റേറ്റ് ബാങ്കിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 46,000 കോടി രൂപ, അതിലേറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിലാണ്, അധികവും തിരുവല്ല പ്രദേശത്താണ്. 46,000 കോടി രൂപ നിഷ്ക്രിയമായി ബാങ്കുകളിൽ കിടക്കുകയാണ്. എങ്ങനെയുള്ളതെന്നറിയോ? അവകാശികളില്ലാത്തത്. അവകാശികളില്ലാത്ത മരിച്ചുപോയ ഓതറൈസേഷൻ കൊടുക്കാത്ത പണമാണ് 46,000 കോടി രൂപ. നോക്കൂ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ ഭൂമിയും അതിലെ പണികളും വെന്തു പോകും, ഭൂതലവും അതിലെ നിവാസികളും നശിച്ചു പോകും. ജീവനുള്ള ദൈവത്തിൽ പ്രത്യാശയുള്ള ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുത്തെ അയച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ. ഈ രക്ഷകനെ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചുകൊള്ളുക. ഇതാകുന്നു സുവിശേഷം, ഇതാകുന്നു സദ്വാർത്ത. പാപത്താൽ അകപ്പെട്ട് ദൈവത്തിൽ അകന്നുപോയ മനുഷ്യ, ദൈവം മനുഷ്യ ജഡം ധരിച്ച് വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ നമുക്ക് വേണ്ടി ജീവരക്ഷാ നായകനായി അവിടുന്ന് കാൽവരിയിൽ മരിച്ചപ്പോൾ, അടക്കപ്പെട്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. ഇനി അവനെ വിശ്വസിച്ച് എനിക്ക് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ നീ നിശ്ചയമായി സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ഇതാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന രക്ഷ. ഈ രക്ഷയുടെ സുഖം ഇവിടെയല്ല. ഞാൻ ശരീരം കൊണ്ട് ബലഹീനനാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് പോകാൻ കഴിയില്ല, ഇഷ്ടമുള്ളതുപോലെ ഉറങ്ങാൻ കഴിയില്ല. കാരണം 2 മണിക്കൂർ ഒരു വശം കിടക്കുമ്പോൾ ഉടനെ മറിഞ്ഞു കിടന്നില്ലെങ്കിൽ ആ വശം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഭൗതികമായ സുഖമല്ല ആത്മസുഖം. ആത്മസുഖം ദൈവം നൽകുന്നതാ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ക്രിസ്തു നൽകുന്ന സമാധാനം, സാഹചര്യത്തിന് അതീതമായ സമാധാനം. ഈ സമാധാനം പ്രാപിച്ച് ദൈവമക്കളായി സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന ആശയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 2 വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച ആത്മനാഥ, ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദം തോന്നിയത് ജ്ഞാനികളെയും വിവേകികളെയും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമായിരിക്കൊണ്ട് സ്തോത്രം. പ്രിയ കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്ന, ഈ സാക്ഷ്യം അറിയുന്ന ഏത് ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ, രോഗത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ, ശാപകരമായ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് അറിഞ്ഞ് സ്വർഗത്തിന് നല്ല പിതാവേ അവിടുന്ന് അവരെ സഹായിച്ച് സൗഖ്യമാക്കണമേ. ആവശ്യമായ കൃപ നൽകണം. എന്നെ കേൾക്കുന്നവർ രക്ഷ പ്രാപിക്കാത്തവരെങ്കിൽ പിതാവേ, ഈ രക്ഷ ആസ്വദിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയം ദൈവസന്നിധി ചായ്ക്കാനും ഈ കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനും അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ക്രമപ്പെടുത്തിയ പ്രിയാമാമയോർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപകളെ കൊടുത്ത് ബലപ്പെടുത്തണം. അനേക സാക്ഷ്യങ്ങളെ അനേകരുടെ അടുക്കൽ എത്തിക്കുവാൻ ആ മാന്യമഹതിക്ക് ദൈവം കൃപ കൊടുത്ത് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ആവശ്യമായ കൃപ കൊടുക്കണം. അടിയനെയും കുടുംബത്തെയും തിരിക്കണമെന്ന് തരുന്നു. കൃപ കുളിരുന്നാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Amen. Thank you, Pastor. God bless you.